നമസ്കാരം. മാർക്ക് ഫെല്ലർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. മാർക്കിന്റെ ശക്തി നേരത്തെ ആ 8 ആളുകളോട് ഏറ്റുമുട്ടിയ ആ സമയത്തുണ്ടായതിനേക്കാൾ ഒരു 3 മടങ്ങെങ്കിലും കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. അത് മാർക്കിന് ഒരു ആവശ്യം പകർന്നു നൽകുന്നുണ്ട്. ആ മൈനിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് മാർക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലിങ്ക് സിറ്റിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ മാർക്കിന് ഒരു ലക്ഷ്യമുണ്ട്. മാർക്ക് ഹോളി റീജിയനിൽ നിന്ന് ആ സെയിന്റ് കിങ്ഡത്തിൽ വന്നതിന് ശേഷം എമിലിയോ, ഡീൻലിയോ, ഫ്ലവർ ഗ്രാനിയോ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ജൂ, ചാങ്മാങ്, പിന്നെ ഷിയാവോ. വേറെയും ഒരുപാട് സുഹൃത്തുക്കൾ മാർക്കിനുണ്ട്. അവരിൽ ആരൊക്കെ ഇവിടെ ഈ സെയിന്റ് കിങ്ഡത്തിൽ ഉണ്ടെന്നുള്ള കാര്യം മാർക്കിന് അറിയില്ല. ശ്രീഹരിയും അതുപോലെ ശ്രീറാമും ഒക്കെ മാർക്കിന്റെ മനസ്സിലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മാർക്കിന്റെ ആ സുമേരു റിങ്ങിനകത്തുണ്ടായിരുന്ന പൗലിയം മാസ്റ്റർ, ഫാറ്റി, അതുപോലെ ആ കൊച്ചു പെൺകുട്ടി, അങ്കിള്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു അതും മാർക്കിന് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. മാർക്കിന് അറിയേണ്ട വേറൊരാള് പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്ററാണ്. ആ ഡീമൺ സ്ലെയിങ് പീക്കിനകത്ത് മാർക്ക് വർക്ക് ചെയ്യുമ്പോൾ മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. മാർക്കിനൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനകത്ത് ഉണ്ടായിരിക്കുകയും ചെയ്ത പീക്ക് മാസ്റ്ററെ കണ്ടെത്തണമെന്നുള്ളത് മാർക്കിന്റെ ഉള്ളിലെ വല്ലാത്തൊരു ആഗ്രഹമാണ്. ഈ ലിങ്ക് സിറ്റിയിലേക്ക് വരുമ്പോൾ മാർക്കിന് ആ പ്രതീക്ഷ അങ്ങ് കൂടി. അതിന്റെ കാരണം ലിങ്ക് സിറ്റിയിൽ മാർക്ക് കണ്ട കാഴ്ചകളാണ്. ഇഷ്ടംപോലെ ആളുകളാണ് ലിങ്ക് സിറ്റിയിൽ. ഒരുപാട് യോദ്ധാക്കൾ, സാധാരണ ആളുകൾ, കച്ചവട കേന്ദ്രങ്ങൾ എന്ന് വേണ്ട വളരെ വളരെ സജീവമായ ഒരു പട്ടണം. അതാണ് ലിങ്ക് സിറ്റി. മാർക്ക് ആ ലിങ്ക് സിറ്റിക്ക് അകത്തൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഒരു പ്രത്യേക ദിശ ലക്ഷ്യമാക്കി നടക്കുന്ന പോലെ മാർക്കിന് ഫീൽ ചെയ്തു. മാർക്ക് അവിടെ ഒരു കടയുടെ മുന്നിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചായ കുടിക്കാനായി ചില ആളുകളെത്തി. അവരോടായി മാർക്ക് ചോദിച്ചു, അല്ല, കുറേയേറെ ആളുകൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ടല്ലോ, അവരെവിടേക്കാ പോകുന്നത്? ഹേ ബ്രദർ, അപ്പോ നിങ്ങളുടെ പുതിയ ആളാണല്ലേ? അതെ, ഞാൻ പുതിയ ആളാണ്. അത് പറ. ഏയ് ബ്രദർ, ഇവിടെ ഈ നിങ്ങൾ കാണുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ പുതിയ ആളുകളാണ്. അവരൊക്കെ പോകുന്നത് ഭാഗ്യം അന്വേഷിച്ചാണ്. ഭാഗ്യം അന്വേഷിച്ചു. അതേ ബ്രദർ, ഇവിടെ കാലങ്ങൾക്ക് ശേഷം ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കുകയാണ്. എന്ത് പ്രതിഭാസം ബ്രദർ? ഇവിടെ ഒരു ശവക്കല്ലറ പൊങ്ങി വന്നിരിക്കുകയാണ്. ശവക്കല്ലറ പൊങ്ങി വന്നെന്നോ? അതേ ബ്രദർ, ഈ ലിങ്ക് സിറ്റിയുടെ പ്രത്യേകത തന്നെ അതാണ്. കൂടെ ഇവിടെ ശവക്കല്ലറകൾ പൊങ്ങി വരും. മണ്ണിനടിയിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. അത് കാണാനായി ആളുകൾ എത്തും. ശരിക്കും കാണാനല്ല അവരെത്തുന്നത്, അത് എക്സ്പ്ലോർ ചെയ്യാനാണ്. അയാൾ അത് പറഞ്ഞപ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് മീശയുടെ മുഖം കടന്നു വന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും ശൈലിയിലുള്ള പരിവേഷണം നടക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും മീശ എത്തും. ഈ ശവക്കല്ലറ പൊങ്ങി വന്നു എന്നുള്ള വിവരം മീശ എന്തായാലും അറിയും. അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാർക്ക് ആ സുഹൃത്തിനോട് ചോദിച്ചു, ബ്രദർ, ഇവിടെ എവിടെയാണ് ആ കല്ലറ പൊങ്ങി വന്നിരിക്കുന്നത്? ബ്രദർ, കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, നേരെ നടന്നാൽ മതി, നിങ്ങൾ ഉറപ്പായും ആ സ്ഥലത്തെത്തും. മാർക്കും ആ അപരിചിതൻ നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും മാർക്കിനെ കൗതുകപൂർവ്വം നോക്കുകയാണ്. അവരുടെ ആ നോട്ടത്തിൽ ഒരു അസ്വാഭാവികത മാർക്കിന് ഫീൽ ചെയ്തപ്പോൾ മാർക്കിനെ അങ്ങനെ നോക്കി നിൽക്കുന്ന ആളോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ എന്നെങ്ങനെ വല്ലാത്തൊരു ഭാവത്തോട് നോക്കുന്നത്? ഹേ ബ്രദർ, വേറൊന്നുമല്ല, നിന്നോട് സംസാരിച്ച വ്യക്തി ഭാഗ്യത്തെക്കുറിച്ച് മാത്രമല്ലേ നിന്നോട് പറഞ്ഞുള്ളൂ. അവിടെ നിർഭാഗ്യം കൂടി കിട്ടും. നിർഭാഗ്യവും? അതെ ബ്രദർ, അവിടേക്ക് പോകുന്ന ആളുകളിൽ പലരും പിന്നീട് ഈ ലോകത്ത് തന്നെ അപ്രത്യക്ഷമാവുകയാണ് പതിവ്. അത് കേട്ടപ്പോൾ മാർക്കിന് ലേശൊരു ഭയം തോന്നിയില്ലേ എന്ന് ചോദിച്ചാൽ തോന്നി. മാർക്ക് കൗതുകത്തോടെ ആ ചെറുപ്പക്കാരൻ നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഭാഗ്യവും നിർഭാഗ്യവും എപ്പോഴും ഒരുമിച്ചാ വരിക. ചിലർക്ക് ഭാഗ്യം കിട്ടുമ്പോൾ മറ്റു ചിലർക്ക് നിർഭാഗ്യമായിരിക്കും. അങ്ങനെ പറഞ്ഞ അയാൾ കൂടുതൽ എക്സ്പ്ലനേഷൻ നൽകാതെ മാർക്കിന്റെ സംഭാഷണത്തിൽ നിന്ന് ഒഴിവായി. മാർക്ക് കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് സാവധാനം ആ ആളുകൾ പോകുന്ന വഴി കൂടി നടന്നു തുടങ്ങി. മാർക്ക് കുറെ ദൂരം നടന്നു കാണും. കുറേയേറെ ആളുകൾ മാർക്കിന്റെ മുന്നിൽ നടക്കുകയാണ്. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി ആളുകൾ മാർക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ജാഥ പോലെ ആളുകൾ ഒരു ഭാഗത്തേക്ക് നടക്കുകയാണ്. മാർക്കും സംഘവും നടന്ന് ഒരു പ്രത്യേക പോയിന്റിലെത്തി. അതിന് മുന്നിലേക്ക് നടക്കാൻ പറ്റാത്ത ശൈലിയിൽ അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. മാർക്ക് ആ ബൗണ്ടറിയുടെ അടുത്തെത്തുമ്പോൾ അവിടെ ഒത്തിരിയേറെ സ്റ്റാളുകളുണ്ട്. അവിടെ നടന്നെത്തുന്ന ആളുകൾക്ക് അകത്തേക്ക് കിടക്കാൻ സഹായിക്കുന്ന ആർട്ടിഫാക്റ്റുകൾ വിൽക്കുന്ന കടകളാണ് അവിടെ ഉള്ളത്. മാർക്ക് കൗതുകപൂർവ്വം ആ കടകളൊക്കെ നോക്കുമ്പോൾ ഒരാള് മാർക്കിനെ കൈകാണിച്ച് വിളിച്ചു. അയാള് മാർക്കിനെ കൈകാണിച്ച് വിളിച്ചപ്പോൾ മാർക്ക് അയാളൊന്ന് നോക്കിയിട്ട് അയാൾ അവഗണിച്ചതും അയാൾ നടന്ന് മാർക്കിന് അടുത്തേക്ക് വന്നു. ബ്രദർ, നിങ്ങൾ
ഭാഗ്യം അന്വേഷിച്ച് വന്നതല്ലേ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് കേട്ടതും മാർക്ക് അയാളെ ഒന്ന് നോക്കിയിട്ട് അയാളോട് പറഞ്ഞു, നോക്ക്, അവിടെ ആ കല്ലറയ്ക്കുള്ളിലേക്ക് കടക്കാനുള്ള മാർഗം എന്തെങ്കിലും നിനക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞാൽ നിനക്ക് ഞാൻ പ്രതിഫലം നൽകാം. അല്ലാതെ എന്തെങ്കിലും പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സോറി, എനിക്ക് അതിൽ താല്പര്യമില്ല. ജ്യോതിഷികളുടെ ശൈലിയിലുള്ള ഒരാളെയാണ് മാർക്ക് അവിടെ കണ്ടത്. അതുകൊണ്ടാണ് മാർക്ക് ആ ഡയലോഗ് പറഞ്ഞത്. അത് കേട്ടതും അയാൾ പറഞ്ഞു, ഹേയ്, എൻ്റെ പേര് വാങ് എന്നാണ്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിലെ ആളെ അല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഗൈഡാണ്. ഇവിടെ ഈ കല്ലറകൾ കാണാൻ വരുന്ന ആളുകളെ സഹായിക്കലാണ് എൻ്റെ ദൗത്യം. വാങ് അത് പറഞ്ഞതും മാർക്ക് എടുത്തു ചോദിച്ചു, കല്ലറകളോ? അതെ, ഇവിടെ ആയിരക്കണക്കിന് കല്ലറകളാ ഉള്ളത്. മാർക്ക് നേരത്തെ ആ ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വെച്ച് കേട്ട കഥ അനുസരിച്ചാണെങ്കിൽ ഒരു കല്ലറയാണ് പൊങ്ങി വന്നത്. ഇപ്പൊ വാങ് പറയുന്നു ആയിരക്കണക്കിന് കല്ലറകളെന്ന്. മാർക്ക് അത്ഭുതത്തോടെ അയാളോട് ചോദിച്ചു, ഏയ് വാങ്, ആയിരക്കണക്കിന് കല്ലറകളാണ് ഇവിടെ പൊങ്ങി വന്നത്? ഏയ് ബ്രദർ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇത് ഒരു പ്രത്യേക ഏരിയയാണ്. ഇവിടെ ഈ സെയിന്റ് കിങ്ഡത്തിൽ ഈ സ്ഥലം അതുകൊണ്ട് തന്നെയാണ് അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ എത്തുന്നതും ഇവിടേക്ക് ആ ശവക്കല്ലറകൾ കാണാൻ തന്നെയാണ്. എല്ലാ സമയത്തും ഇവിടെ കല്ലറകൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോ ഒരു പ്രത്യേകതയുണ്ട്. എത്രയോ എത്രയോ കാലങ്ങൾക്ക് ശേഷം ആ ടോംബ് ഓഫ് ഹെവൻലി സിൻസ് പൊങ്ങി വന്നിരിക്കുകയാണ്. ടോംബ് ഓഫ് ഹെവൻലി സിൻസോ, അതെ, സ്വർഗത്തിലെ പാപങ്ങളുമായി ബന്ധപ്പെട്ട കല്ലറ. മാർക്കിന് അയാൾ പറയുന്ന വാചകത്തിന്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലായില്ല. സ്വർഗം, സ്വർഗത്തിലെ പാവങ്ങൾ, പിന്നെ കല്ലറ. മാർക്ക് അമ്പരപ്പോടെ അയാൾ നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഏയ് ബ്രദർ, ഇത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. ഹെവൻലി സിൻസ് എന്നാണ് ഇതിനെ വിളിക്കുക. സ്വർഗത്തിനോട് എതിരിട്ട ഒരു കൂട്ടം ആളുകളുടെ സൃഷ്ടിയാണ് ഈ ഹെവൻലി സിൻസ് എന്ന ഈ ടോംബ്. മാർക്ക് വാങ് പറയുന്ന കാര്യം മനസ്സിലാക്കാതെ അയാളെ തന്നെ നോക്കുമ്പോൾ വാങ് കുറച്ചുകൂടി വിശദീകരിച്ചു. ഇവിടെ പണ്ട് ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിലെയും മറ്റ് സെയിൻറ്റ്ലി കിങ്ഡങ്ങളിലെയും അതുപോലെ ഡിവൈൻ കിങ്ഡങ്ങളിലെയും അതിശക്തരാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഹോളി റിജ് എന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. എന്റെ അറിവനുസരിച്ചാണെങ്കിൽ ഹോളി റിജിന് താഴെ ലോവർ ലെവൽ വേൾഡുകളിൽ നിന്നും ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ എല്ലാം കൂടി ചേർന്നിട്ട് ഹെവനെ അറ്റാക്ക് ചെയ്യായിരുന്നു. ആ അറ്റാക്ക് വിജയിക്കുമെന്നുള്ള ഘട്ടമെത്തിയപ്പോൾ 8 ഇമ്മോർട്ടൽ ചക്രവർത്തിമാരിൽ 4 പേർ ആ ടീമിന് എതിരായി ഗാർഡിയന്മാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ ടീം ദയനീയമായി പരാജയപ്പെട്ടു. ആ പരാജയം ഒരു വല്ലാത്ത അടിയായി എല്ലാവർക്കും തോന്നിയപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് സൃഷ്ടിച്ചതാണ് ഈ ശവക്കല്ലറ. ശരിക്കും അതിന് വല്ലാത്ത പവറുണ്ട്. ഒരുപാട് ലെയറുകൾ കൊണ്ട് തീർക്കപ്പെട്ട ശവക്കല്ലറയാണ്. ആ കല്ലറയിലെ പവർ, അതാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. വളരെ വിശദമായ ഒരു എക്സ്പ്ലനേഷനാണ് വാങ് മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മാർക്കിന്റെ മനസ്സിൽ ഹെവൻലി റീജിയനിൽ ആ പർഗേറ്ററിയിൽ മാർക്ക് ആ മിസ്റ്റീരിയസ് സോർട്ട് സെക്ഷന്റെ മുന്നിൽ നടന്ന ആ യുദ്ധ സമയത്ത് റോബിൻ മാർക്കിനോട് പറഞ്ഞ ഒരു സംഭവമാണ് ഓർത്തത്. ഇമ്മോർട്ടൽ ചക്രവർത്തിമാരെ എല്ലാവരും കൂടി ചേർന്ന് ഹെവനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഗാർഡിയൻസ് ഇമ്മോർട്ടൽ ചക്രവർത്തിമാരെ പരാജയപ്പെടുത്താൻ ഒരുമിച്ച് നിന്നു എന്നാണ് അന്ന് റോബിൻ പറഞ്ഞത്. ആ ഗാർഡിയൻസ് എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് മാർക്കിന്റെ പിതാവാണെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. മാർക്കിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ടീം ഹെവന് നേരെയുള്ള അറ്റാക്കിനെ പ്രതിരോധിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ പിതാവും കൂടെയുള്ള ആളുകളും ചേർന്ന് ഇമ്മോർട്ടൽ ചക്രവർത്തിമാരുടെ ആ അറ്റാക്കിനെ പ്രതിരോധിക്കുകയായിരുന്നു. ഇമ്മോർട്ടൽ ചക്രവർത്തിമാർ, പിന്നെ സെയിന്റുകൾ, അവർക്കിടയിൽ ഗോഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഡിവൈൻ സോളുകളുള്ള ആളുകൾ, അവരും ഹോളി റിജിന്റെ ഭാഗമായ അതിശക്തരായ കൾട്ടിവേറ്റേഴ്സും പിന്നെ മറ്റ് ചെറിയ വേൾഡുകളിലെ കൾട്ടിവേറ്റേഴ്സൊക്കെ അന്ന് ഒരുമിച്ച് ഹെവൻ നേരെ ഒരു അറ്റാക്ക് നടത്തിയതാണ്. റോബിൻ പറഞ്ഞ കഥയും ഇപ്പൊ വാങ് പറയുന്ന കഥയും കൂട്ടി ആലോചിച്ചപ്പോൾ മാർക്കിന്റെ ഉള്ളൊന്ന് കിടുങ്ങി. അന്ന് ഈ ഇമ്മോർട്ടൽ ചക്രവർത്തിമാരെ തോൽപ്പിച്ച ആളിന്റെ കൂട്ടത്തിൽ ഒരാൾ മാർക്കിന്റെ പിതാവാണല്ലോ. ആ കാര്യമാണ് മാർക്കിന്റെ ഉള്ളിനെ ഒന്ന് പിടപ്പിച്ചത്. മാർക്ക് ആ ഗാർഡിയന്റെ മകനാണെന്നുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു വിഷയമാകുമെന്ന് മാർക്കിന് പെട്ടെന്ന് തോന്നുകയും ചെയ്തു. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വാങ് മാർക്കിനോട് പറഞ്ഞു, ഏയ് ബ്രദർ, എന്നാ നിങ്ങളുടെ പേര്? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. ഏയ് മാർക്ക് ഫെല്ലർ, നിങ്ങൾ എന്നോടൊപ്പം വന്നാൽ ഞാൻ നിങ്ങളെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തിക്കാം. പക്ഷെ അതെനിക്ക് പണം വേണം. പണമോ? എത്ര വേണം? എനിക്ക് സെയിൻറ്റ്ലി ഓറാണ് വേണ്ടത്. എത്ര ഓറാ വേണ്ട? മാർക്ക് പെട്ടെന്ന് ചോദിച്ചതും ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, എനിക്കൊരു 5 സെയിൻറ്റ്ലി ഓറെങ്കിലും വേണം.
അയാൾ ചോദിച്ചതും മാർക്കിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള നിലവറകളിൽ ഒന്നു നിന്ന് 5 ഓറെടുത്ത് അവന് കൊടുത്തു. മാർക്ക് ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ മൈനുകൾക്കുള്ളിൽ നിന്ന് ഒരുപാട് ആളുകളുടെ കയ്യിലെ മാജിക്കൽ ആർട്ടിഫാക്റ്റുകൾ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ആ ആർട്ടിഫാക്റ്റുകൾക്ക് അകത്തൊക്കെ ഇഷ്ടംപോലെ ആ മൈനിങ് ഓറുണ്ട്. അതിൽ നിന്നാണ് 5 ഓറെടുത്ത് മാർക്ക് വാങ്ങിന് കൊടുത്തത്. ആ ഓറ് കയ്യിൽ വാങ്ങിച്ചതും മാർക്ക് ഫെല്ലറോടായി വാങ് പറഞ്ഞു, ബാ നമുക്ക് ഇനി ആ കോട്ടയിലേക്ക് പോവാം. മാർക്കിനെയും കൊണ്ട് വാങ് നടന്ന് ആ കോട്ടയുടെ മുന്നിലെത്തി. ആ കോട്ടയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതിവിശാലമായ ഒരു കോട്ടയാണ് മാർക്ക് കാണുന്നത്. അങ്ങ് ദൂരെയായി കോട്ടയ്ക്കുള്ളിൽ ശവക്കല്ലറകൾ പൊങ്ങി നിൽക്കുന്ന കാണാം. ആ ഭാഗത്തേക്കാണ് മാർക്ക് പോകേണ്ടത്. പക്ഷെ കോട്ടയുടെ വാതിൽക്കലെത്തിയ വാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ വരെ ഞാൻ വരൂ, അകത്തേക്ക് പോകുന്ന നിങ്ങളെ അനുഗമിക്കാൻ എനിക്ക് പറ്റില്ല. മാർക്ക്, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അകത്തുള്ള ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും ഒരുപോലെ പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് യാത്ര പറഞ്ഞ് വാങ് അങ്ങ് മാറി. മാർക്ക് നോക്കുമ്പോൾ ഇതുപോലെ വാങ്ങിനെ പോലെ പല ഗൈഡുകളും ആളുകളെ ആ കോട്ടവാതിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട്. കോട്ടവാതിലിന് അകത്തേക്ക് അവരാരും കടക്കുന്നില്ല. മാർക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറച്ചേറെ ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചു. മാർക്ക് ഒന്ന് സംശയിച്ചതിന് ശേഷം അവരുടെ പുറകെ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു. കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായ ഊർജ സാന്നിധ്യം മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് അനവധി ശവക്കല്ലറകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവിടേക്ക് ഇഷ്ടംപോലെ ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം മാർക്ക് കണ്ടിട്ടുണ്ട്. ഡ്രാഗനെ കുഴിച്ചിട്ട സ്ഥലം വരെ മാർക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അവിടെ അതിശക്തമായ ഡാർക്ക് എനർജി ഉണ്ട്. അതേ ശൈലിയിൽ ഡാർക്ക് എനർജിയുടെ സാന്നിധ്യമാണ് മാർക്കിന് ഫീൽ ചെയ്തത്. മാർക്കിന് ഇപ്പോൾ ഡാർക്ക് എനർജി എന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട് മാർക്ക് അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുകയാണ്. ഒരുപാട് ചെറിയ ശവക്കല്ലറകളുണ്ട്. അകത്തേക്ക് കയറുന്ന ആളുകളിൽ ചിലരൊക്കെ അതുപോലുള്ള ചെറിയ ശവക്കല്ലറകൾക്ക് ചുറ്റുമായി നിന്ന് അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. പലരും ആ കല്ലറ തുറന്ന് അകത്ത് എന്തുണ്ടെന്ന് നോക്കുന്ന തിരക്കിലുമാണ്. മാർക്ക് ആ കല്ലറ ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉള്ളിലേക്ക് നടന്നു. മാർക്കിനെ കാണേണ്ടത് ആ പുതിയ കല്ലറയാണ്, ടോംബ് ഓഫ് ഹെവൻലി സിൻസ്. അത് എവിടെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വാങ്ങിന് വലിയ അറിവൊന്നുമില്ല. ആ കോട്ടയ്ക്കുള്ളിൽ എവിടെയോ ആണെന്നുള്ള കാര്യം മാത്രമാണ് വാങ്ങിന് അറിയാവുന്നത്. വാങ് ഇതുവരെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നിട്ടില്ല. കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാതിരിക്കാൻ അവൻ്റെതായ ന്യായമുണ്ടെന്ന് അവനോട് സംസാരിച്ചപ്പോൾ മാർക്കിന് തോന്നിയിരുന്നു. എന്തായാലും മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ മാർക്ക് അവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് സ്കാൻ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ എങ്ങാനും മാർക്കിന്റെ പരിചയക്കാരുണ്ടോ എന്നാണ് മാർക്ക് നോക്കുന്നത്. ഒരുപാട് ആളുകളാണ് ഇപ്പോൾ കോട്ടയ്ക്കകത്ത് കയറിയിരിക്കുന്നത്. ഒരു 10-2000 ആളുകളെങ്കിലും കാണും. ആ 2000 ആളുകളെയും അവിടെ എത്തിച്ചിരിക്കുന്നത് ഇതുപോലുള്ള പല ഏജന്റുമാരും ചേർന്നിട്ടാണ്. മാർക്ക് അകത്തേക്ക് കയറിയിരിക്കുന്നത് നോർത്ത് ഭാഗത്തുള്ള ഗേറ്റ് വഴിയാണ്. അതുപോലെ സൗത്തിലൂടെയും ഈസ്റ്റിലൂടെയും വെസ്റ്റിലൂടെയൊക്കെ അകത്തേക്ക് ആളുകൾ കയറുന്നുണ്ട്. അതിവിശാലമായ ഒരു കോട്ടയ്ക്കുള്ളിലേക്കാണ് മാർക്ക് കടന്നിരിക്കുന്നത്. ആ കോട്ടയുടെ സെൻട്രൽ ഭാഗത്തേക്കാണ് 4 ദിക്കിൽ നിന്നും ആളുകൾ ചലിക്കുന്നത്. ഒരുപാട് ലെയറുകൾ ആ കോട്ടയ്ക്കകത്തുണ്ട്. പുറത്ത് കാണുന്ന കോട്ട പോലെ തന്നെ അകത്തും കോട്ടകൾ ഉണ്ടെന്ന് അർത്ഥം. ശരിക്കും അനവധി വൃത്തങ്ങൾക്ക് നടുവിലായിട്ട് ആ കോട്ടയുടെ കേന്ദ്രമുണ്ട്. അവിടെയാണ് ആ വിഖ്യാതമായ ഹെവനിലെ പാവങ്ങളുമായി കണക്ട് ചെയ്ത ആ കല്ലറ ഉള്ളത്. അവിടെ മാർക്ക് കടന്നു പോകുന്ന കൂട്ടത്തിൽ കാണുന്ന ആളുകൾ സംസാരിക്കുന്നതൊന്നും മാർക്കിന് ആ കാര്യം ഏകദേശം മനസ്സിലായി. ആ ടോംബ് ഓഫ് ഹെവൻലി സിൻസ് ലക്ഷ്യമിട്ടാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. മാർക്കും ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി അകത്തേക്ക് അങ്ങനെ കടന്നു വരുമ്പോൾ 2ാമത്തെ കോട്ട എത്തി. 9ഓളം കോട്ടകൾ കടന്നാണ് അവിടെ ആ കല്ലറയുടെ അടുത്ത് എത്തേണ്ടത്. 2ാമത്തെ കോട്ടയുടെ ഭാഗത്തെത്തിയതും ഒത്തിരിയേറെ ആളുകൾ ഒരുമിച്ച് ആ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു. മാർക്കും അവർക്കൊപ്പം കടന്നു. ആ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്ന ആ നിമിഷത്തിൽ എവിടെ നിന്നറിയാതെ അതിവേഗം അമ്പുകൾ മാർക്കിന് നേരെ പാഞ്ഞു വന്നു. മാർക്കിന് നേരെ മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ ആളുകൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആ അമ്പുകൾ പാഞ്ഞു വരുന്ന ആ നിമിഷത്തിൽ മാർക്ക് ഒരു കാഴ്ച കൂടി കണ്ടു. ആ കോട്ടയുടെ ചുറ്റുമായി കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരുപാട് യോദ്ധാക്കളുടെ പ്രതിമകൾ കാണാം. ആ പ്രതിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ പ്രതിമകളും കുലച്ച വില്ലുകൾ സൂക്ഷിക്കുന്നവരാണ്. ആ വില്ലിൽ അമ്പുണ്ട്. അത് അകത്തേക്ക് കടന്ന നിമിഷം തന്നെ മാർക്ക് കണ്ടതാണ്. പക്ഷെ ആ അമ്പിലേക്ക് മാർക്ക് നോക്കുമ്പോൾ തന്നെയാണ് ഏതൊക്കെയോ ഭാഗത്തുനിന്ന് അമ്പുകൾ അവർക്ക് നേരെ പാഞ്ഞു വന്നത്. അമ്പേറ്റ് പലരും താഴെ വീഴുകയും ചെയ്തു. തികച്ചും അപ്രതീക്ഷിതമായ അറ്റാക്കിലാണ് പലരും വീണുപോയത്. മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് നേരെ പാഞ്ഞു വന്ന അമ്പിനെ മാർക്ക് അതിവേഗം തടുക്കുകയും ചെയ്തു. മാർക്ക് അമ്പ് തടുത്തതും ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നൊക്കെ വീണ്ടും അമ്പുകൾ മാർക്ക് നേരെ പാഞ്ഞു വരികയാണ്. മാർക്ക് അതിനെയൊക്കെ തടുക്കുന്നുണ്ട്. അമ്പേറ്റ് വീണ ആളുകൾ ചിലരെ മതിലാക്കിക്കൊണ്ട്
പുറകെ വരുന്ന ആളുകൾ ആ അമ്പുകളെ നേരിടുകയാണ്. എന്തായാലും അമ്പുകൾ തുരുതുര എല്ലാ ഭാഗത്തു നിന്നും വരുമ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. ആ അമ്പുകൾ വരുന്നത് അവിടെയുള്ള ആ കൽപ്രതിമകളിലെ വില്ലുകളിൽ നിന്നാണ്. ശരിക്കും ഒരു ഫോർമേഷൻ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യക്തമാണ്. പുറത്തെ മതിൽ വഴി അകത്തേക്ക് വരുന്ന ആളുകൾക്ക് അകത്തുള്ള ആദ്യത്തെ ആ ബൗണ്ടറി കടക്കുമ്പോൾ തന്നെ ഒരു അറ്റാക്കിനെ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. അതിശക്തമായ ഫോർമേഷനാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. മാർക്ക് ആ ഫോർമേഷന്റെ ഭാഗമായ ആ വിഗ്രഹങ്ങളിലേക്ക് നോക്കിയിട്ട് മാർക്കിന്റെ കൈ ഒന്ന് അനക്കിയതും മാർക്കിന്റെ ബോഡിയിൽ നിന്ന് അതിശക്തമായ ഒരു പ്രകാശം ഒരു വിഗ്രഹത്തിൽ വന്ന് പതിച്ചു. പെട്ടെന്ന് ആ വിഗ്രഹം ഉടഞ്ഞ് താഴേക്ക് വീണു. ആ വിഗ്രഹം ഉടഞ്ഞ് താഴേക്ക് വീണതും ആ മതിലിന് തൊട്ട് മുന്നിലായി ഒരു തണുത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അതുവരെ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ടാണ് ശക്തമായ ഒരു തണുത്ത കാറ്റോടുകൂടി ഒരു മേഘം കടന്നു വരുന്നത്. ആ മേഘം അവിടേക്ക് വരുമ്പോൾ ബാക്കി വിഗ്രഹങ്ങളിൽ നിന്നുള്ള അമ്പുവർഷം ഏതാണ്ട് അവസാനിച്ചു. ഇപ്പോൾ ഒത്തിരിയേറെ ആളുകൾ ആ മേഘത്തിലേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആ മേഘം അവിടെ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതൽ പതുക്കെ പതുക്കെ അത് വലുതായി തുടങ്ങിയാണ്. പെട്ടെന്നാണ് ആ എൻറ്റിയർ മേഖലയും തണുത്തു തുടങ്ങിയത്. ആ തണുപ്പ് ആളുകളുടെ പുറത്തടിക്കുമ്പോൾ കുറേയേറെ ആളുകൾ അമ്പേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ തറയിൽ കിടപ്പുണ്ട്. അവരൊഴികെയുള്ള ആളുകളൊക്കെ അറിയാതെ അവരുടെ നെഞ്ചിലേക്ക് നോക്കുമ്പോൾ മാർക്കും അറിയാതെ നോക്കി പോവുകയാണ്. അവിടെ ഒരു ചെറിയ സ്റ്റാർ, പെട്ടെന്നൊരു നക്ഷത്രം മാർക്കിന്റെ നെഞ്ചി കണ്ടപ്പോൾ മാർക്ക് കൈകൊണ്ട് ആ നക്ഷത്രത്തെ ഒന്ന് തട്ടി. പക്ഷെ ആ നക്ഷത്രം അവിടെ പതിഞ്ഞിടക്കുകയാണ്. മാർക്കിന്റെ പുറത്ത് ആ നക്ഷത്രം പതിഞ്ഞതുപോലെ അവിടെയുള്ള എല്ലാ ആളുകളുടെ പുറത്തും നക്ഷത്രം പതിഞ്ഞിരിക്കുകയാണ്. ആ നക്ഷത്രം ശുഭലക്ഷണമാണോ അശുഭലക്ഷണമാണോ എന്ന് ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരാൾ ഉറക്കെ പറഞ്ഞു, ഇത് ഹെവൻലി സിന്നുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ്, ഇതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് അകത്തേക്ക് കടക്കാം. രണ്ടാമത്തെ മതിലുമായി കണക്ട് ചെയ്തുള്ള ആ ഫോർമേഷൻ അറ്റാക്ക് അത്ര കാര്യമാക്കേണ്ട ഒന്നല്ല എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. എന്തായാലും അയാൾ പറഞ്ഞപ്പോൾ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ആളുകൾ ആ മതില് കടന്ന് മുന്നോട്ട് നീങ്ങി തുടങ്ങി. മുന്നോട്ട് നീങ്ങും തോറും ഒരുപാട് കാഴ്ചകൾ അവരെ തേടി വരികയാണ്. അവിടെ ഇഷ്ടംപോലെ ശവക്കല്ലറുകളുണ്ട്. ഒന്നാമത്തെ മതിലിനകത്ത് കണ്ടതിനേക്കാൾ വലിപ്പമുള്ള കല്ലറകളാണ് രണ്ടാമത്തെ മതിലിനകത്തുള്ളത്. അവിടെയും ധാരാളം ആളുകളുണ്ട്. മാർക്കിന് മുന്നേ കടന്നുപോയ പല ആളുകളും അവിടെ ഉണ്ട്. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ആ ആളുകൾ നോക്കുമ്പോൾ അവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് അവിടെയുള്ള കല്ലറകൾ പരിശോധിക്കുകയാണ്. മാർക്ക് ആ കല്ലറകളുടെ അടുത്തേക്ക് വന്നു. നല്ല കൂറ്റിന് കല്ലറകളാണ് അവിടെ ഉള്ളത്. ആ കല്ലറകൾക്കൊക്കെ അതിശക്തമായ പ്രതിരോധ സംവിധാനമുണ്ട്. ആ പ്രതിരോധ സംവിധാനങ്ങളെ ഫോർമേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് മറികടക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ കല്ലറകൾ തുറക്കാൻ പറ്റുന്നത്. മാർക്ക് കൗതുകപൂർവ്വമാണ് ആ കാഴ്ച കാണുന്നത്. ആ കാഴ്ച മാർക്ക് കാണുന്നുണ്ടെങ്കിലും മാർക്കിന്റെ കണ്ണുകൾ ആ ഭാഗം മുഴുവൻ ഏതാണ്ട് സ്കാൻ ചെയ്യാണ്. മീശ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് മാർക്ക് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത്. കുറെ നേരം മാർക്ക് അവിടേക്ക് നടന്ന് സ്കാൻ ചെയ്തെങ്കിലും മീശയെ കണ്ടതേയില്ല. ഇനി മീശയെ ആകർഷിക്കാൻ പറ്റുന്ന ഒന്നും ഈ കല്ലറകളില്ലേ? അങ്ങനെ ചോദ്യമാണ് മീശയെ കാണാതെ വന്നപ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. എന്തായാലും കുറെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മാർക്കും ടീമും നടന്ന് മൂന്നാമത്തെ മതിലിനടുത്തേക്ക് വന്നു. മൂന്നാമത്തെ മതില് കടന്നാൽ അവർക്ക് 4ലേക്ക് എത്താം. പക്ഷെ മൂന്നാമത്തെ മതില് ശരിക്കും ഒരു വൻ ആക്രമണമാണ് അവർക്ക് നേരെ നടത്തിയത്. നേരത്തെ ആ പ്രതിമകളുടെ രൂപത്തിലുള്ള അമ്പും വില്ലും ധരിച്ച യോദ്ധാക്കളാണ് ആക്രമിച്ചെങ്കിൽ ഇവിടെ അവരെ അറ്റാക്ക് ചെയ്യുന്നത് ശരിക്കും വന്യജീവികളാണെന്ന് പറയാം. പ്രത്യേകിച്ച് പാമ്പുകളാണ്. പാമ്പുകൾ എവിടെ നിന്ന് എപ്പോ അവരുടെ നേരെ പറന്നു വന്നു ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അകത്തേക്ക് കടന്ന ആ നിമിഷത്തിൽ പാമ്പുകളുടെ ചൂളം വിളിയും അതുപോലെ സിൽക്കാര ശബ്ദവുമല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. പാമ്പുകൾ അതിവേഗം പല സ്ഥലത്തൂടെ അവർക്കെതിരെ പാഞ്ഞു വരികയാണ്. പല ആളുകളും പാമ്പിന്റെ ആ കൊത്തേറ്റ് താഴേക്ക് വീണു. മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ആ വജ്രം കൊണ്ടുള്ള വാള് ഈ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. മാർക്ക് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ പാമ്പുകളെ കഷ്ണം കഷ്ണമായി അരിഞ്ഞു തള്ളുകയാണ്. ശരിക്കും അടിപൊളി ഒരു ഫോർമേഷനാണ് ആ പാമ്പുകളുടെ രൂപത്തിൽ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത്ര വേഗമൊന്നും ആരും അതിനകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന തോന്നൽ ആ പാമ്പുകൾ മാർക്കിനും ഉണ്ടാക്കിയിട്ടുണ്ട്. മാർക്കിനെ പോലെ തന്നെ അതിശക്തരായ യോദ്ധാക്കൾ അതിനകത്ത് ഒരുപാടുണ്ട്. അവരൊക്കെ വളരെ അനായാസമായിട്ട് ആ പാമ്പുകളെ തകർത്ത് മുന്നേറുകയാണ്. ശരിക്കും ആ പാമ്പുകളെ കൊന്ന് മുന്നേറുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമാണ്. എന്തോ വലിയൊരു സംഭവത്തിനടുത്തേക്കാണ് അവർ നീങ്ങുന്നത്. അത് സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം മുന്നോട്ട് നീങ്ങുന്ന എല്ലാ ആളുകൾക്കുമുണ്ട്. ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ആ മൂന്നാം മതിലിന്റെ സമീപത്തുണ്ട്. മാർക്ക് ഫെല്ലർ ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴും എല്ലാവർക്കും ഒരു കരുതലുണ്ട്. പാമ്പുകൾ ആകാശത്തൂടെയും വശങ്ങളിലൂടെയും തറയിലൂടെയൊക്കെ പാഞ്ഞു വരികയാണ്. അവയെ കൊന്നൊടുക്കി മുന്നോട്ട് പോകാൻ ശരിക്കും ഒരു ശ്രദ്ധ വേണം.
അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്നാണ് കൂറ്റൻ തലകളുമായി ഒരു പാമ്പ് അവർക്ക് മുന്നിലേക്ക് വന്ന നിമിഷം തന്നെ അത് ഒന്ന് അലറുകയും ശബ്ദമുണ്ടാക്കുകയും അതേ സമയത്ത് അതിന്റെ വായിൽ നിന്ന് ഒരു സ്രവം തെറിപ്പിക്കുകയും ചെയ്തു. മുന്നിലുണ്ടായിരുന്ന ഒത്തിരി ആളുകളാണ് ആ നിമിഷത്തിൽ വെന്ത് വെണ്ണീറായത്. ആ വിഷം ശരിക്കും ഒരു തീ പോലെ ആ ആളുകളെ അവസാനിപ്പിച്ചു എന്ന് പറയാം. മാർക്കിന്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഒത്തിരി ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ മുന്നിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു ഭയം വന്നിട്ടുണ്ട്. പക്ഷെ അതേ നിമിഷം തന്നെ ശക്തരായ യോദ്ധാക്കൾ പെട്ടെന്ന് തന്നെ ചാടി ഉയർന്ന് ആ പാമ്പിനെ അറ്റാക്ക് ചെയ്തു തുടങ്ങി. മാർക്ക് കൗതുകപൂർവ്വമാണ് ആ കാഴ്ച കാണുന്നത്. അടിപൊളി ഒരു യുദ്ധമാണ് അവിടെ മാർക്ക് കാണുന്നത്. ആ യുദ്ധം ഒരു വശത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ മാർക്ക് ചുറ്റും നോക്കി. അവിടെയും ധാരാളം കല്ലറകളുണ്ട്. മാർക്ക് ആ കല്ലറകളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ആ കല്ലറകളിൽ നിന്ന് ശക്തമായ ഒരു പച്ച പ്രകാശം ആ കടന്നു വരുന്ന ആളുകൾക്ക് നേരെ ഉണ്ടായി. മാർക്കിനൊപ്പമുള്ള മുഴുവൻ ആളുകളുടെ നേരെയും ആ പച്ച പ്രകാശം ഒരു അറ്റാക്ക് നടത്തുകയാണ്. മാർക്കും കൂടുതൽ ആളുകളും അവരുടെ സെൽഫ് പ്രൊട്ടക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പച്ച പ്രകാശത്തെ തടുത്തു കഴിഞ്ഞതും അവരുടെ നെഞ്ചിൽ വീണ്ടും ഒരു സ്റ്റാർ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് ഈ സ്റ്റാർ കൊണ്ട് ഉദ്ദേശമാക്കുന്നതെന്ന് മാർക്കിനോ കൂടുതലുള്ളവർക്കോ അറിയത്തില്ല. പക്ഷെ ആ സമയത്തും ഒരു വിദഗ്ധൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇത് ഹെവൻസിന്റെ സെക്കൻഡ് സ്റ്റാർ ആണ്. അത് കേട്ടതും മാർക്ക് ചോദിച്ചു, അല്ല എന്താ ഈ സെക്കൻഡ് സ്റ്റാർ ഫസ്റ്റ് സ്റ്റാർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രദർ, അതറിയില്ലല്ലേ? നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് സ്റ്റാർ വേൾഡ്, സെക്കൻഡ് സ്റ്റാർ വേൾഡ്, തേർഡ് സ്റ്റാർ വേൾഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ. ഒരു സ്റ്റാർ മാത്രമുള്ള ആളുകൾക്ക് അത്തരത്തിൽ എക്സ്പ്ലോറേഷൻ പറ്റും. 2 സ്റ്റാർ ഉള്ളവർക്ക് അത്തരത്തിലുള്ള സ്ഥലം, 3 സ്റ്റാർ ഉള്ളവർക്ക് ആ ശൈലിയുള്ള സ്ഥലം, 3 സ്റ്റാറിനേക്കാൾ മുകളിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ ആ വ്യക്തി പറയുമ്പോൾ മാർക്കിന് വല്ലാത്തൊരു കൗതുകം അനുഭവപ്പെടുകയാണ്. ശരിക്കും വളരെ ശ്രദ്ധിച്ച് ആ ഒരു ഫോർമേഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് ഒരാൾ സൃഷ്ടിച്ച ഫോർമേഷൻ ഒന്നും അല്ല, ഒരുപാട് ആളുകളുടെ ശ്രമഫലമായി ഉണ്ടായിരിക്കുന്ന ഫോർമേഷനാണ്. സകല ഡേറ്റകളും കണക്ട് ചെയ്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഫോർമേഷന്റെ ശക്തി അപാരം തന്നെയാണ്. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴേക്കും ആ ഭാഗത്തുനിന്ന് അതിശക്തമായ ഒരു ഫോഴ്സ് മാർക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെ തള്ളി പുറത്തേക്കാക്കി. അകത്തേക്ക് പോകാനായി അവർ ശ്രമിക്കുമ്പോഴാണ് ശക്തമായൊരു ഫോഴ്സ് അവരെ പുറത്തേക്ക് തള്ളിയത്. മാർക്കും ടീമും പുറത്തേക്ക് തള്ളപ്പെടുമ്പോൾ പല സ്ഥലത്തു നിന്നും അതുപോലെ തള്ളപ്പെട്ട ഒത്തിരി ആളുകൾ ഒന്നാമത്തെ മതിലിന് പുറത്തെത്തിക്കഴിഞ്ഞു. 2 സ്റ്റാറുള്ള ആളുകളും 1 സ്റ്റാറുള്ള ആളുകളും മാത്രമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. സ്റ്റാറുകളില്ലാത്ത ഒരാളെയും മാർക്ക് അവിടെ കണ്ടില്ല. അഥവാ സ്റ്റാറുകളില്ലാത്ത ആളുകളൊക്കെയും കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ഒരുപാട് ആളുകൾ രാവിലെ അകത്തേക്ക് കടന്നതാണ്. സന്ധ്യ ആകാറായപ്പോൾ വളരെ കുറച്ച് ആളുകളാണ് പുറത്തെത്തിയിരിക്കുന്നത്. മാർക്ക് ആ കോട്ടയിലേക്ക് ഒന്ന് നോക്കിയിട്ട് തിരിച്ച് ആ സ്റ്റാളിൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. മാർക്ക് സ്റ്റാളിന്റെ ഭാഗത്തേക്ക് നടക്കുന്ന കണ്ടതും വാങ് ഓടി മാർക്ക് മുന്നിലേക്ക് വന്നു. മാർക്ക്, നിനക്ക് സ്റ്റാർ കിട്ടിയല്ലേ? വാങ്, എന്താ ഈ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാർക്ക്, സ്റ്റാർ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ കോട്ടയിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. വാങ്, അതെന്താ നീ നേരത്തെ പറയാതിരുന്നത്? മാർക്ക്, ശക്തരായ ആളുകൾക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ. ഞാൻ ആ കാര്യം പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് മിണ്ടാതിരുന്നത്. മാർക്കിനൊപ്പം തിരിച്ചെത്തിയ എല്ലാ ആളുകളുടെ ബോഡിയിലും സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാർ ശരിക്കും അവരുടെ ബോഡിയിലാണ് പതിഞ്ഞിരിക്കുന്നത്. ഡ്രസ്സ് കൊണ്ട് ആ സ്റ്റാറിനെ അവർ മറച്ചിരിക്കുകയാണെന്ന് പറയാം. മാർക്കിന്റെ ഉള്ളിൽ എത്ര സ്റ്റാർ ഉണ്ടെന്ന് ഇപ്പോൾ വാങ്ങിന് അറിയില്ല. പക്ഷെ വാങ്ങിന് ഒരു കാര്യം അറിയാം, പുറത്തേക്ക് മാർക്ക് എത്തിയ സ്ഥിതിക്ക് മാർക്കിന്റെ ബോഡിയിൽ സ്റ്റാർ ഉണ്ടാവും. മാർക്ക് വാങ്ങിനോട് ചോദിച്ചു, വാങ്, എനിക്ക് ഈ ടോംബ് ഓഫ് ഹെവൻലി സിൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. അതിന് ഞാൻ ആരെ കാണേണ്ടത്? മാർക്ക്, വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മാർക്ക് അതിന്റെ ആവശ്യം ഉന്നയിച്ചതും വാങ് മാർക്കിനെയും കൊണ്ട് ഒരു സ്റ്റാളിലെത്തി. അവിടെ ഏകദേശം പ്രായമുള്ള ഒരാള് മേശയിൽ തല താഴ്ത്തി നല്ല ഉറക്കത്തിലാണ്. അവിടെ എത്തിയ വാങ് മേശയെ തട്ടി വിളിച്ചു, ഓൾഡ് മാൻ. അങ്ങനെ 2 തവണ വാങ് വിളിച്ചപ്പോ അയാള് തല ഉയർത്തി വാങ്ങിന് നോക്കി. എന്താടാ? ഓൾഡ് മാൻ, ഞാൻ ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ആൾക്ക് എന്തൊക്കെയോ കാര്യം അറിയണമെന്ന്. എന്ത് കാര്യം അറിയണമെങ്കിലും ആദ്യം 20 ഓറുകൂടെ വയ്ക്കും. എനർജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മാത്രമേ അയാൾ എന്തെങ്കിലും പറയൂന്ന് അയാളുടെ ആ മുഖഭാവം വിളിച്ചു പറയുകയാണ്. മാർക്ക് പെട്ടെന്ന് തന്നെ 20 ഓറെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. മാർക്ക് ആ ഓറുകൾ മേശപ്പുറത്ത് വെച്ചപ്പോൾ അതിലേക്ക് ഒന്ന് നോക്കുപോലും ചെയ്യാതെ ആ പ്രായമുള്ള മനുഷ്യൻ തല ഉയർത്തി മാർക്കിനെ ഒന്ന് നോക്കി. മാർക്ക് അയാൾ തന്നെ നോക്കുന്ന കണ്ടതും അയാളോട് ചോദിച്ചു, സർ, എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? എന്ത് കാര്യങ്ങളാണ് നിനക്ക് അറിയേണ്ടത്? സർ, ഈ
ടോംബ് ഓഫ് ഹെവൻലി സിൻസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനാണ് ഈ ആളുകൾ അവിടേക്ക് ഇങ്ങനെ തിക്കി കയറുന്നത്? എന്താണ് അതിനകത്തുള്ളത്? അങ്ങനെ അതുമായി ബന്ധിപ്പിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണം. മാർക്ക് തന്റെ മനസ്സിലെ കാര്യങ്ങൾ ആ പ്രായമുള്ള ആളോട് പറഞ്ഞതും അയാൾ മാർക്കിന് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അയാൾ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാർക്കിനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. ഓക്കെ മാർക്ക് ഫെല്ലർ, ടോംബ് ഓഫ് ഹെവൻലി സിൻസ് ശരിക്കും ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവതാരമാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ ടോംബ് ഓഫ് ഹെവൻലി സിൻസ് വല്ലപ്പോഴും ഒരിക്കലാണ് ഇവിടെ ഈ ശവക്കല്ലറകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഇന്നലെ ആ കല്ലറയുള്ള കോട്ടയുടെ ഭാഗത്തേക്ക് പോയെന്നു. അവിടെ ആ കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് കല്ലറകളുണ്ട്. ആ കല്ലറകൾ കാണാൻ വരുന്ന ആളുകൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്ന് കരുതുന്നത് ഈ ടോംബ് ഓഫ് ഹെവൻലി സിൻസ് എന്നാണ്. ആ കല്ലറയ്ക്കകത്ത് എന്തുണ്ടെന്നും അവിടെ എങ്ങനെ കയറാമെന്നും ഒക്കെ ഞാൻ നിന്നോട് പറയാം. പക്ഷെ അത് ഇന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് നീ എന്നെ കാണാൻ വാ, അപ്പോൾ ഞാൻ പറയാം. ഇന്ന് എന്തായാലും നീ നിന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങും. നാളെ നീ വീണ്ടും കോട്ടയ്ക്കകത്ത് കയറി ഒരു എക്സ്പ്ലോറേഷനൊക്കെ നടത്തും. ആ എക്സ്പ്ലോറേഷന് ശേഷം നമുക്ക് തമ്മിൽ സംസാരിക്കാം. മാർക്കിനോട് അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും അയാളുടെ തല ആ മേശപ്പുറത്തേക്ക് വെച്ചു, കണ്ണുകൾ അടയ്ക്കുകയും ചെയ്തു. അത് കണ്ടതും വാങ് മാർക്കിനെ കൈ പിടിച്ച് പതുക്കെ നടന്നു. മാർക്ക്, ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. പുറത്തേക്ക് നടക്കുന്നതിടയിൽ വാങ് മാർക്കിനോട് പറയുകയും ചെയ്തു, വാങ്, ഞാൻ ചോദിച്ചതൊന്നും അദ്ദേഹം മറുപടി ഒന്നും നൽകിയില്ല. മാർക്ക്, അദ്ദേഹം പറഞ്ഞല്ലോ 3 ദിവസം കഴിയുമ്പോൾ മറുപടിയൊക്കെ നൽകാമെന്ന്. നീ തൽക്കാലം താമസിക്കാനുള്ള ഒരു സ്ഥലം സംഘടിപ്പിക്കും, നാളെ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ പറഞ്ഞ് മാർക്കിനെ അവിടെ തെരുവിലാക്കിയിട്ട് വാങ് പുതിയ കസ്റ്റമേഴ്സിനെ തേടി അവിടെ നിന്ന് മാറി. മാർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഒരു താമസ സ്ഥലം സംഘടിപ്പിച്ചു. ഈ കോട്ടയ്ക്ക് വളരെ അടുത്ത് തന്നെയാണ് ആ താമസ സ്ഥലം. അവിടെ മാർക്ക് മുറിയിൽ സെറ്റിൽഡ് ആയപ്പോൾ ഒരു വെയിറ്റർ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. അയാൾ മാർക്കിനോട് ചോദിച്ചു, പുതിയ ആളാണല്ലേ? അതെ, ഞാൻ ഈ സിറ്റിയിൽ പുതിയ ആളാണ്, എനിക്ക് കണ്ടപ്പോൾ തോന്നിയായിരുന്നു. വെയിറ്റർ അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്കിനോട് പറഞ്ഞു, നിങ്ങളും കോട്ടയ്ക്കുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ എത്തുന്നതാണല്ലേ? അതെ അതെ, ഇവിടെ ഒരുപാട് ആളുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വരാറുണ്ടെന്നോ? ഈ സിറ്റിയുടെ നിലനിൽപ്പ് തന്നെ ആ കോട്ടയാണ്. ആ കോട്ടയ്ക്കകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ശരിക്കും ശക്തരാണ് ഇവിടെ വരുന്നത്. ആ വെയിറ്റർ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാർക്കിനോട് പങ്കുവെക്കുകയാണ്. എന്തായാലും ആ വെയിറ്റർ അവിടെ നിന്ന് പിരിയുമ്പോഴേക്കും മാർക്ക് കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും അവിടെ ആളുകൾ സ്ഥിരമായി എത്താറുണ്ട്. അങ്ങനെ എത്തിയ ആളുകളിൽ ചിലർ ഒരു തവണ നേരത്തെ ഈ ടോംബ് ഓഫ് ഹെവൻലി സിൻസ് വന്നപ്പോൾ വൻതോതിൽ ആ കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയിരുന്നു. അന്ന് അകത്തേക്ക് കയറിയ ആളുകളിൽ നിന്ന് വളരെ ചെറിയൊരു ടീം മാത്രമാണ് പുറത്തേക്ക് വന്നതെന്നുകൂടി ആ വെയിറ്റർ മാർക്കിനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ടോംബ് ഓഫ് ഹെവൻലി സിൻസ് എന്ന് കേൾക്കുമ്പോൾ ആ വെയിറ്റർക്ക് ഒരു ഭയം വരാറുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ആ വെയിറ്റർ മാർക്കിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്, അന്ന് പുറത്തേക്ക് വന്ന ആളുകളൊക്കെ ഇപ്പോൾ അതിശക്തരാണ്. അവർക്ക് ആ ശക്തി ലഭിച്ചത് ആ ടോംബിൽ നിന്നാണ്. ആ ശവക്കല്ലറയ്ക്ക് അത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാ സ്ഥലത്തും അറിയാം. അതുകൊണ്ട് ഈ പ്രാവശ്യം വൻതോതിൽ ആളുകൾ ഇവിടേക്ക് വരും. അന്നേ ദിവസം മാർക്ക് ആ ടോംബ് ഓഫ് ഹെവൻലി സിൻസിനെ കുറിച്ച് അറിഞ്ഞതേ ഉള്ളൂ. അറിഞ്ഞപ്പോൾ അതൊന്ന് കാണണമെന്ന് മാർക്കിന് തോന്നിയെന്ന് മാത്രം. പക്ഷെ ഇപ്പോൾ രാത്രി ആ വെയിറ്റർ അവിടുന്ന് പുറത്തേക്കിറങ്ങിയ ആളുകളുടെ ശക്തി വർദ്ധിച്ച കാര്യം സൂചിപ്പിച്ചപ്പോൾ മാർക്കിനും ഒരു ആവേശം. മാർക്കിനെ വർദ്ധിപ്പിക്കേണ്ടത് മാർക്കിന്റെ ശക്തി തന്നെയാണ്. ശക്തർക്ക് മാത്രമേ ആ സെയിൻറ്റ്ലി കിങ്ഡത്തിൽ എന്തെങ്കിലും നിലനിൽപ്പുള്ളൂ. ആ മിസ് മെങ് പോലും മാർക്കിനേക്കാൾ ശക്തിയാണ്. അവൾ പക്ഷേ മാർക്കിന് അവളുടെ ശക്തിയുടെ ഒരു ഭാഗം ദാനമായി നൽകിയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. മെങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന് ഒരു വല്ലാത്ത ആവേശം ഫീൽ ചെയ്തു. മെങ് മാർക്കിന് കൊടുത്ത ഒരു വാക്കുണ്ട്. മാർക്ക് അടുത്ത സെയിന്റ് ആകുമെന്നുള്ള ഒരു വാക്കാണ് മെങ് കൊടുത്തിരിക്കുന്നത്. സെയിന്റ് ആകണമെങ്കിൽ ഇനി ഒരുപാട് കടമ്പകൾ കടക്കണമെന്ന് മാർക്കിന് അറിയാം. മാർക്ക് ഇപ്പോൾ ഡാവോ കോൺഷ്യസിൽ 5th ലെവലാണ്. ഹ്യൂമൻ കോൺഷ്യസ് കഴിഞ്ഞ് ട്രൂ കോൺഷ്യസ് കഴിഞ്ഞ് ഡാവോ കോൺഷ്യസിലേക്ക് മാർക്ക് കടന്ന് അതിവേഗമാണ് 5th ലെവലിൽ എത്തിയത്. ഇനിയുള്ള ലെവലുകൾ അതിവേഗം കടക്കണം. 10ാമത്തെ ലെവൽ മുതൽ 15ാമത്തെ ലെവൽ വരെ പീക്ക് ലെവൽ ആളുകളുടെ ഒരു സ്റ്റേജാണ്. ഇന്ന് മാർക്ക് ആ തെരുവിൽ കണ്ട പല ആളുകൾക്കും 7th 8th ലെവലിലെ പവറുണ്ട്. മാർക്ക് അവരെ അപേക്ഷിച്ച് പവർ കുറഞ്ഞ ആളാണ്. എത്രയും പെട്ടെന്ന് പവർ വർദ്ധിപ്പിക്കണം. പവർ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ മാർക്കിന്റെ ദൃഷ്ടി മാർക്കിന്റെ കയ്യിലെ ആ മോതിരത്തിലേക്ക് പതിഞ്ഞു. ആ മോതിരത്തിൽ മാർക്ക് കൈകൊണ്ടൊന്ന് സ്പർശിച്ചാൽ മാർക്ക് അതിവേഗം നിന്ന സ്ഥലത്ത് നിന്ന് ആ മൈൻഡിനകത്തെത്തും.
ശരിക്കും അതൊരു ടെലിപ്പോർട്ടേഷൻ സംവിധാനം പോലെ മാർക്കിനെ കൊണ്ടുപോവുകയും ചെയ്യും. അതിപ്പോ മാർക്ക് പരീക്ഷിച്ച് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എന്തായാലും നാളത്തെ ആ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞതിന് ശേഷം ശക്തി വർദ്ധിപ്പിക്കാനുള്ള പരിപാടിക്ക് വേണ്ടി ആ മൈനിലേക്ക് പോകണം. ആ മൈനിലേക്കുള്ള ആ പാത്ത്, അതാണ് മാർക്കിനെ ആകർഷിക്കുന്ന സ്ഥലം. അവിടെയാണ് ആ 8 ത്രികോണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കിനെ അറ്റാക്ക് ചെയ്ത ആ 8 പേരുടെയും ശക്തി സ്ഥിതി ചെയ്യുന്നത്. ആ ത്രികോണങ്ങളുമായി ഏറ്റുമുട്ടി തന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. അതോടൊപ്പം ആ മൈനിനകത്ത് പ്രാക്ടീസ് ചെയ്താൽ മാർക്കിന്റെ നൈറ്റ് എനർജി വർദ്ധിക്കുകയും ചെയ്യും. മാർക്കിന് ആ മൈനിനകത്തുനിന്ന് ഇഷ്ടം പോലെ ഓറുകളും കിട്ടും, അതുപോലെ എനർജിയും കിട്ടും. പക്ഷെ മാർക്ക് അതിനോടൊപ്പം ഒരു കാര്യം കൂടി തെളിയുകയാണ്. അത് മാർക്കിന്റെ ഫ്രണ്ട്സിനെയാണ്. ഇന്ന് ആ കോട്ടയ്ക്കകത്ത് മാർക്ക് യഥാർത്ഥത്തിൽ തിരിഞ്ഞത് മാർക്കിന്റെ സുഹൃത്തുക്കളെയാണ്. അവരെ മാത്രം മാർക്ക് കണ്ടില്ല. എന്തായാലും പിറ്റേന്ന് മാർക്ക് വീണ്ടും ആ കോട്ടയുടെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ മാർക്ക് വാങ്ങിനെ കണ്ടു. വാങ് മാർക്കിനെ കണ്ടതും മാർക്കോട് ചോദിച്ചു, മാർക്ക്, ഇന്നും നീ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണല്ലേ? അതെ വാങ്, ഞാൻ ഇന്നൊന്ന് നോക്കട്ടെ. ഓക്കെ മാർക്ക്, അപ്പോ നമുക്ക് നാളെ കഴിഞ്ഞ് കാണാം. അവൻ അങ്ങനെ പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞോ എന്നൊരു സംശയം മാർക്കിനുണ്ട്. പക്ഷെ മാർക്ക് അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അന്ന് ആ കോട്ടയ്ക്കകത്തേക്ക് കയറിയ ആളുകൾക്കൊപ്പം കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു. തലേദിവസത്തെ അതേ കലാപരിപാടികൾ പല സ്ഥലത്തും നടന്നു. മാർക്ക് തലേദിവസം കണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ മാർക്ക് ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. എന്തായാലും ആദ്യത്തെ 3 കോട്ടകൾ മാർക്ക് സുഖമായി കടന്നു. മാർക്കിനൊപ്പം അന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഇപ്പോ ഇല്ല എന്ന് പറയാം. പലരും പല സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പരിക്കേറ്റ ആളുകൾ വരെയുണ്ട്. മാർക്കിപ്പോ 3ാമത്തെ കോട്ടയിലേക്ക് കടക്കുമ്പോൾ അതിശക്തമായ ആക്രമണത്തെ അതിജീവിച്ച് മാർക്കിനൊപ്പം പലരും എത്തിയിട്ടുണ്ട്. 3ാമത്തെ കോട്ടയിൽ നിന്ന് 4ാമത്തെ കോട്ടയിലേക്ക് മാർക്കും സംഘവും എത്തുമ്പോൾ അവിടെ അവരെ എതിരേറ്റത് വൻ തോതിലുള്ള ഡ്രാഗണുകളാണ്. ശരിക്കും ഈ ഡ്രാഗണുകളും നേരത്തെ കണ്ട ആ രൂപങ്ങൾ പോലെ ചുവരിൽ കൊത്തിവെക്കപ്പെട്ടതാണ്. 1ാമത്തെ കോട്ടയിൽ മാർക്ക് കണ്ടത് വില്ല് ധരിച്ച യോദ്ധാക്കളെയാണ്. 2ാമത്തെ കോട്ടയിൽ മാർക്ക് കണ്ടത് ചുവരിൽ വരയ്ക്കപ്പെട്ട പാമ്പുകളെയാണ്. അതുപോലെ ഓരോ സ്ഥലത്തും വിവിധ രൂപങ്ങളാണ് വരച്ചിരിക്കുന്നത്. 4ാമത്തെ കോട്ടയിൽ മാർക്കിനെ കാത്തിരുന്നത് കൂറ്റൻ ഡ്രാഗണുകളുടെ ചിത്രങ്ങളാണ്. ആ ചിത്രം കണ്ടപ്പോഴേ മാർക്കിന് കഥ മനസ്സിലായി. അവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഡ്രാഗണുകളായിരിക്കും. മാർക്ക് ശ്രദ്ധാപൂർവം ആ ഡ്രാഗണുകളെ വീക്ഷിക്കുമ്പോൾ ആ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ശക്തമായ ഒരു മുഴക്കം കേട്ടു തുടങ്ങി. ഡ്രാഗണുകളുടെ മുരൾച്ചയാണ് കേൾക്കുന്നത്. ആയിരക്കണക്കിന് ഡ്രാഗൺ ചിത്രങ്ങളാണ് ആ കോട്ടയ്ക്കുള്ളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലേത് ഡ്രാഗൺ പിക്ചറാണ് ശബ്ദമുണ്ടാക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിൽ പല കോണിൽ നിന്നും ശബ്ദം വന്നു തുടങ്ങി. ഡ്രാഗണുകളുടെ ആ മുരൾച്ച കേട്ടതോടുകൂടി അകത്തേക്ക് കിടന്ന ആ ടീം ശരിക്കും വിജിലന്റായി. അവർ അവരുടെ ബോഡിക്ക് ചുറ്റുമായി പ്രതിരോധ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ടാക്കി ആയുധങ്ങളുമായി ചുറ്റും നോക്കുമ്പോഴേക്കും ചിറകുടി ഒച്ചകൾ കേട്ടു തുടങ്ങി. ആ ചുവരിൽ വരച്ചിരുന്ന ഡ്രാഗണുകൾക്ക് പെട്ടെന്ന് ജീവൻ വെക്കുകയും അവ ആകാശത്തേക്ക് പറന്നു ഉയരുകയും ചെയ്യുകയാണ്. ശരിക്കും അതിശക്തമായി ചിറകടിച്ചുകൊണ്ട് ഒത്തിരിയേറെ ഡ്രാഗണുകൾ ആകാശത്തേക്ക് പറന്നുയർന്ന അതേ വേഗതയിൽ തന്നെ താഴേക്ക് പറന്നു വരികയാണ്. വൻ പരന്തുകൾ താഴെ വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ റാഗി എടുക്കുന്ന പോലെ താഴേക്ക് പാഞ്ഞു വരുന്ന ആ ഡ്രാഗണുകൾ അവയുടെ ആ കൂർത്തിരിക്കുന്ന നഖങ്ങൾ കൊണ്ട് മുൻഭാഗത്ത് കാണുന്ന ആ യോദ്ധാക്കളെ അറ്റാക്ക് ചെയ്യുകയാണ്. ശരിക്കും അതിശക്തമായൊരു സംഘടനം ഡ്രാഗണുകളും ആ യോദ്ധാക്കളും തമ്മിലുണ്ടായി. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. ഒരു ഡ്രാഗണെ അവരെല്ലാവരും കൂടി കൊല്ലുമ്പോഴേക്കും അനവധി ഡ്രാഗണുകൾ അവർക്കെതിരെ പാഞ്ഞു വരും. ശരിക്കും ഡ്രാഗണുകളും ആ യോദ്ധാക്കളും തമ്മിലുള്ള യുദ്ധത്തിൽ ഡ്രാഗണുകൾക്ക് ഒരു മേൽക്കൈ ഉണ്ടായപ്പോൾ മാർക്ക് പതുക്കെ അറ്റാക്കിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു. മാർക്ക് ഫെല്ലറുടെ അമാനുഷികമായ ആ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ആ വജ്ര വാള് കയ്യിലെടുത്ത് ഒന്ന് മുന്നോട്ട് കുതിച്ച് ടൈഗർ വുഡ്സ് എന്ന പേരുള്ള ആ വാൾ ഉപയോഗിച്ച് അതിശക്തമായി ആ ഡ്രാഗണുകളെ നേരിട്ടു. ടൈഗർ വുഡ്സിന്റെ ആ പ്രകാശം ആ ഡ്രാഗണുകളുടെ പുറത്തുകൂടി കടന്നു പോകുന്നതും പല ഡ്രാഗണുകളും അറ്റ് വീണു തുടങ്ങി. അതിശക്തമായ ഒരു അറ്റാക്ക് മാർക്ക് ഫെല്ലർ അവിടെ നടത്തിയെന്ന് പറയാം. മാർക്കിനെ പോലെ ശക്തർ അവിടെ വേറെയുമുണ്ട്. അവരും അവരുടെ കയ്യിലുള്ള ആ മാജിക് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറന്നെത്തിയ ഡ്രാഗണുകളെ നേരിട്ടു തുടങ്ങി. എന്തായാലും ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ഡ്രാഗണുകളെ ഏതാണ്ട് അവസാനിപ്പിക്കാൻ അവർക്ക് പറ്റിയെന്ന് പറയാം. പക്ഷെ ഈ സമയത്ത് പല ആളുകളുടെയും ബോഡിയിൽ ഓരോ നക്ഷത്രങ്ങൾ കൂടി രൂപപ്പെട്ട് കഴിഞ്ഞു. മാർക്കിന്റെ ബോഡിയിലുമുണ്ട്. മാർക്ക് ആ ഹെവൻലി കോട്ടയ്ക്കുള്ളിലെ 3ാമത്തെ സ്റ്റാർ നേടിയിരിക്കുകയാണ്. ആ 3rd സ്റ്റാറോട് കൂടിയാണ് അന്ന് മാർക്ക് ഫെല്ലർ മുറിയിലേക്ക് മടങ്ങിയത്. മാർക്കിന്റെ ബോഡിയിൽ ഉണ്ടായി വരുന്ന ഈ സ്റ്റാറുകൾ മാർക്കിന് മനസ്സുകൊണ്ടൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ആ സ്റ്റാറുകളുടെ ലക്ഷ്യമെന്നതിനെ കുറിച്ച് മാർക്കിന് ഒരു പിടിയില്ല. അതിനെക്കുറിച്ച്
വാങ്ങിനോട് ചോദിച്ചപ്പോൾ വാങ്ങും ഒന്നും പറഞ്ഞില്ല. ആ മൂന്നാം സ്റ്റാറുമായി ഉറങ്ങാൻ കിടന്ന മാർക്ക് എണീറ്റപ്പോ മാർക്കിനെ കാത്തു നിൽക്കുകയാണ് ആ വെയിറ്ററുടെ മുഖം ആകെ വിളറി വെളുത്തിരിക്കുകയാണ്. ഏയ് എന്തു പറ്റി ബ്രദർ അറിഞ്ഞില്ലേ? ഇല്ല, എന്താ കാര്യം നീ പറ. ബ്രദർ, ഇന്നലെ ഈ നഗരത്തിൽ ഒരു കൂട്ടക്കൊല നടന്നിരിക്കുകയാണ്. കൂട്ടക്കൊലയോ? അതെ ബ്രദർ, ഒരു കൂട്ടക്കൊല. ഏകദേശം 1000-ഓളം ആളുകളാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1000 ആളുകളോ? അതെ ബ്രദർ, 1000-ഓളം പേരാ കൊല്ലപ്പെട്ടത്. എങ്ങനെ, ആരാ അവരെ കൊന്നത്? ബ്രദർ, ആരാണ് അവരെ കൊന്നെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം, കൊല്ലപ്പെട്ട എല്ലാവരുടെയും ദേഹത്ത് ആ കോട്ടയ്ക്കുള്ളിൽ വെച്ച് ഉണ്ടായ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. അത് കേട്ടതും മാർക്കിന്റെ ഉള്ള് ഒന്ന് വിറച്ചു. മാർക്കിന്റെ ബോഡിയിൽ 3 സ്റ്റാറുകളുണ്ട്. സ്റ്റാറുകളുള്ള ആളുകളെ മാത്രം ആരോ രാത്രി കൊന്നിരിക്കുകയാണ്. ആളുകളെ തിരിച്ചറിയാനുള്ള അടയാളമാണോ ഇനി ആ സ്റ്റാർ? രാത്രിയിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി സ്റ്റാറുള്ള ആളുകളെ മാത്രം ആരൊക്കെയോ കൊന്നിരിക്കുകയാണ്. ആ വെയിറ്റർ മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, ഞാനിപ്പോ സിറ്റിയിലോട്ടൊന്ന് പോവുകയാണ്. ഞാൻ മടങ്ങി വരുമ്പോൾ കൂടുതൽ വിശദമായി കാര്യങ്ങൾ പറയാം. ആ കോട്ട ഇരിക്കുന്ന ഭാഗത്തെയാണ് അയാൾ സിറ്റി എന്ന് പറയുന്നത്. അവിടെ വൻ മാർക്കറ്റാണ്. ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ മടങ്ങിയെത്തി. അവൻ മാർക്കിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടന്ന ആളുകൾ മരിച്ചത് തൊട്ട് അടുത്ത് കിടക്കുന്ന ആളുകൾ പോലും ശരിക്കും അറിഞ്ഞിട്ടില്ല. രാവിലെ കൂടെ കിടക്കുന്ന ആള് ഉണർന്നപ്പോഴാണ് അടുത്ത് കിടക്കുന്ന ആള് മരിച്ചു കിടക്കുന്ന കണ്ടത്. പല ശൈലിയിലാണ് മരണം നടന്നിരിക്കുന്നത്. കഴുത്ത് മുറിക്കപ്പെട്ടും ദേഹം കഷ്ണങ്ങളായി ചിതറിയും ഒക്കെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആ മരണം നടന്ന ആളിന് സമീപത്തുള്ള ആളുകൾ ആരും മരണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. അമ്പരപ്പിക്കുന്ന കൃത്യതയിലാണ് കാര്യം നടന്നിരിക്കുന്നത്. പല ആളുകളും മരിച്ചു കിടക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വാതിൽ തള്ളി തുറക്കുമ്പോഴാണ് അറിയുന്നത്. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നിട്ടും ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ആർക്കും കൊണ്ട് മനസ്സിലാവാത്തത്. അന്ന് വൈകുന്നേരത്തോടുകൂടി കൂടുതൽ വിവരങ്ങൾ ആ ചെറുപ്പക്കാരെ എത്തിച്ചു. ഒരുപാട് ആളുകൾ ഇപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. സ്റ്റാറുള്ള ആളുകളൊക്കെയാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അയാൾ ഏകദേശം രാത്രി 9 മണിയോടുകൂടി വീണ്ടും മാർക്കിനടുത്തെത്തി ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തു. ആ സ്റ്റാറുള്ള ആളുകൾ പലരും ഒഴിഞ്ഞു പോയെങ്കിലും അവര് വഴിക്ക് വെച്ച് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സ്റ്റാറുള്ള ആളുകൾ എവിടെ പോയാലും കൊല്ലപ്പെടുമെന്നുള്ള ഒരു ഫീലിംഗ് ഇപ്പോ ആ നഗരത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞു. രാവിലെ നേരം പുലർന്നത് മുതൽ അന്ന് രാത്രി 9 മണി വരെ മാർക്ക് ആ ന്യൂസിന്റെ കണ്ടിന്യൂഷൻ കേൾക്കുകയാണ്. ദേഹത്തെ സ്റ്റാറുള്ള ആളുകൾ ഒന്നൊന്നായി കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ടിരുന്ന ആളുകൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. അന്ന് ശരിക്കും ആ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതുകൊണ്ട് മാർക്ക് യഥാർത്ഥത്തിൽ കോട്ടയിലേക്ക് പോയതുമില്ല. ഈ മരണങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് അന്ന് ഉറങ്ങാനായി കിടന്നത്. രാത്രി എപ്പോഴോ മാർക്ക് ഞെട്ടി ഉണർന്നു. ഞെട്ടി ഉണരുമ്പോൾ മാർക്കിന്റെ മുറിയിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അയാളുടെ മുഖം കൃത്യമായിട്ട് മാർക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല വെളുത്ത വസ്ത്രമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അയാളുടെ മുതുകിലായി ഒരു വലിയ ഫലകമുണ്ട്. ശവക്കല്ലറയുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുന്ന അതേ ശൈലിയുള്ള ഫലകം. ആ ഫലകത്തിൽ പേരെഴുതിയിട്ടുണ്ട്. ആ ഫലകവുമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. മാർക്ക് അമ്പരപ്പോടെ അയാളുടെ പുറത്തുള്ള ആ ഫലകത്തിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഒരു പേര് മാർക്ക് കണ്ടു, മാർക്ക് ഫെല്ലർ. മാർക്കിന്റെ ജനനവും മരണവും ഒക്കെ വ്യക്തമായി അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാർക്കിന്റെ പിതാവിന്റെ പേരും മാതാവിന്റെ പേരും എല്ലാം ഉണ്ട്. മാർക്കിന്റെ ശവക്കല്ലറയിൽ സ്ഥാപിക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന ഫലകമാണ്. ആ കാഴ്ച കണ്ട മാർക്ക് ഞെട്ടി ചാടി എണീറ്റ് അയാളോട് ചോദിച്ചു, ഏയ് ആരാ നീ? ഏയ് മാർക്ക് ഫെല്ലർ, ഞാൻ ആരാണ് എന്ന ഉത്തരം നീ കൃത്യമായി കണ്ടെത്തിയാൽ നിനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാം. ഇല്ലെങ്കിൽ നീ ഈ രാത്രിയിൽ ഇവിടെ കൊല്ലപ്പെടും. നല്ല മുഴക്കമുള്ള ഒരു ശബ്ദത്തിലാണ് ആ മനുഷ്യൻ അത് പറഞ്ഞത്. അയാളുടെ ആ ഡയലോഗിന് മറുപടി എന്തെങ്കിലും മാർക്കിന് പറയാൻ കഴിയുമ്പോൾ അയാളുടെ കൈകൾ പ്രത്യേക രീതിയിൽ നനക്കി. ശരിക്കും ഒരു മാന്ത്രികന്റെ അംഗവിക്ഷേപം പോലെയാണ് അയാളുടെ കൈ അനക്കം. അയാളുടെ കൈവിരലുകൾ അങ്ങനെ അനങ്ങിയതും മാർക്കിനും അയാൾക്കിടയിൽ അമ്പരപ്പിക്കുന്ന ഒരു ലോകം പ്രത്യക്ഷപ്പെടുകയാണ്. മാർക്ക് പെട്ടെന്ന് ആ ലോകത്തിന്റെ ഭാഗമായി മാറി. മാർക്കിപ്പോ ഒരു ടൗണിലാണ്. ആ ടൗണിൽ മാർക്കിന്റെ കയ്യിൽ ഒരു യുവതി പിടിച്ചിട്ടുണ്ട്. ആ യുവതിയുടെ മുഖത്തേക്ക് നോക്കിയ മാർക്ക് ശരിക്കും അമ്പരപ്പോടെ വീണ്ടും ആ മുഖത്തേക്ക് നോക്കി പോവുകയാണ്. അത് സാക്ഷാൽ എമിലി ബ്ലാക്ക് ആണ്. മാർക്കും എമിലി ബ്ലാക്കും കൂടി പൈറോയിലെ ആ തലസ്ഥാനത്ത് ജിങ്തു മേഖലയിൽ അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. റെസ്റ്റോറൻറ്റുകളുള്ള മേഖലയിലേക്കാണ് മാർക്കും എമിലിയും കൂടി പോയിരിക്കുന്നത്. നല്ല തിരക്കേറിയ ആ തെരുവിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി ഡാൻസ് കളിക്കുന്ന മാർക്കിനെയും അതുപോലെ എമിലിയുമാണ് മാർക്ക് കണ്ടത്.
അങ്ങനെ അവര് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് സാക്ഷാൽ അങ്കിൾ യാൻ പ്രത്യക്ഷപ്പെടുന്നത്. അങ്കിൾ യാനിനൊപ്പം വേറെ ആളുകളും എത്തി. അവർ ബലമായി എമിലിയെ പിടിച്ചോണ്ട് പോവുകയാണ്. ആ രംഗങ്ങൾ കണ്ടപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ ആ തോന്നൽ ഉണ്ടാവുകയാണ്, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ. അങ്ങനെ തോന്നുമ്പോഴേക്കും പെട്ടെന്ന് രംഗങ്ങൾ മാറി മാറി മാർക്കും എമിലിയും ഹോളി റീജിയനിലായി. ഹോളി റീജിയനിൽ മാർക്ക് എമിലിയെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി മാർക്കിനെ എമിലിയെ തടുക്കുന്ന രംഗമാണ് മാർക്ക് ഇപ്പൊ കാണുന്നത്. ശരിക്കും അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. മാർക്കിനെ ആ ബ്ലാക്ക് കുടുംബത്തിന്റെ തലവൻ ടിയാൻഷി ബ്ലാക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടിയാൻഷി ബ്ലാക്കിന് മുന്നിലേക്ക് സാക്ഷാൽ എമിലി ബ്ലാക്ക് കയറി നിൽക്കുന്നതും അവളുടെ ആ 9 പുനർജന്മ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് അവളെ 2 തവണ അവളുടെ ബോഡി നശിപ്പിക്കുന്നതൊക്കെ മാർക്ക് കൃത്യമായി കണ്ടു. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് എമിലി മാർക്ക് മുന്നിൽ കയറി നിൽക്കുന്നത്. എമിലിയെ മാർക്ക് പിടിച്ചു മാറ്റി ടിയാൻഷി ബ്ലാക്കിനെ മുന്നിലേക്ക് കയറാൻ ശ്രമിക്കുന്നതും ടിയാൻഷി ബ്ലാക്ക് മാർക്കിനെ എമിലിയെ അവിടുന്ന് പോകാൻ അനുവദിക്കുന്നതൊക്കെ മാർക്ക് കണ്ടു. കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഒരു ചലച്ചിത്രം പോലെ മാർക്കിന്റെ മുന്നിലേക്ക് അങ്ങനെ കടന്നു വരികയാണ്. ഈ സംഭവം നടക്കുന്നതിനിടയിൽ മാർക്ക് അടുത്ത് കാണുന്ന രംഗം സാക്ഷാൽ തണ്ടർ കോർട്ട്യാർഡാണ്. തണ്ടർ കോർട്ട്യാർഡിൽ അതിശക്തമായ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഡീൻലിയും ഫ്ലോർ ഗ്രാനിയൊക്കെ ഉണ്ട്. അവർ രണ്ടുപേരും മാർക്കിനെ എമിലിയെ പ്രൊട്ടക്ട് ചെയ്യാണ്. എതിർത്തുകൊണ്ട് ഷീ കുടുംബത്തിലെയും അതുപോലെ ബ്ലാക്ക് കുടുംബത്തിലെ ആളുകൾ, അതുപോലെ നീ കുടുംബത്തിലെ ആളുകൾ, ആ സംഘടന അതുപോലെ മാർക്ക് കാണുന്നു. അങ്ങനെ ഓരോ രംഗങ്ങൾ വരുമ്പോൾ മാർക്ക് ചാങ് മാങ്ങിനെ കണ്ടു, മാർക്ക് ജൂനെ കണ്ടു. അങ്ങനെ പല ആളുകളെയും കാണുമ്പോഴാണ് മാർക്ക് ആ ശബ്ദം കേൾക്കുന്നത്. മാർക്ക് ഫെല്ലർ, ഇതിൽ ഞാൻ ആരാണ്? മാർക്കിന്റെ മുന്നിലേക്ക് വന്ന ചാങ് മാങ്, ജൂ, ഡീൻലി, ഫ്ലോർ ഗ്രാനി, എമിലി ബ്ലാക്ക്, പിന്നെ അവരെയൊക്കെ എതിരിട്ട നീ കുടുംബത്തിലെയും ബ്ലാക്ക് കുടുംബത്തിലെയും ഷീ കുടുംബത്തിലെ ആളുകൾ, അതുപോലെ മറ്റ് അനവധി ആളുകൾ. ആ കൂട്ടത്തിൽ സാക്ഷാൽ പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്ററും ഉണ്ട്. ഇവരിൽ ആരാണ് അവിടെ നിൽക്കുന്നത്? ആ ഉത്തരമാണ് മാർക്ക് പറയേണ്ടത്. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി അയാൾ പറഞ്ഞു, മാർക്ക്, ഉത്തരം തെറ്റിപ്പോയാൽ നീ ഇവിടെ അവസാനിക്കും. മാർക്ക് ശരിക്കും അമ്പരം നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ആര് വേണമെങ്കിലും ആകാം ആ രൂപത്തിൽ. ആ രൂപത്തിന്റെ മുഖം മാർക്കിനെ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ആ മുഖം അതിന്റെ ശബ്ദമൊക്കെ മാറ്റി പിടിച്ചുകൊണ്ട് മാർക്കിനോട് സംസാരിക്കുകയാണ്. മാർക്കിന് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. എന്തായാലും മാർക്കിന്റെ ശവക്കല്ലറിൽ സ്ഥാപിക്കാനുള്ള ആ ഫലകവുമായാണ് അയാൾ എത്തിയിരിക്കുന്നത്. മാർക്കിന്റെ മരണം അയാൾ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരം നിൽക്കുമ്പോൾ എമിലി മാർക്കിന്റെ അടുത്തേക്ക് ഓടി വന്നു. മാർക്ക് എന്താ ആലോചിക്കുന്നത്? ബാ നമുക്ക് പോവാം. മാർക്ക്, നിങ്ങൾ എന്നെ കൂടി ഇവിടെ നിൽക്കുകയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാങ് മാങ് വന്നു. ചാങ് മാങ് മാർക്കിനോട് സംസാരിക്കുമ്പോൾ ജൂ അവിടേക്ക് വരികയാണ്. മാർക്ക്, നമുക്ക് പോവാന്ന്, നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, എമിലി ഉണ്ടല്ലോ, നമുക്ക് കറങ്ങാൻ പോവാം. ജൂ അങ്ങനെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും വന്നു. അതെ, നമുക്ക് ഇത് ആഘോഷിക്കേണ്ട ദിവസമാണ്. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും പറഞ്ഞപ്പോൾ ഹാൻസ് പീറ്ററും എത്തി. അതിനിടയിൽ അനവധി ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകളും. മാർക്ക് വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. അവരെല്ലാവരും മാർക്കിനോട് സംസാരിക്കുകയാണ്. മാർക്കിന്റെ ലൈഫിൽ മാർക്കുമായി ശരിക്കും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്കിന്റെ മനസ്സിൽ ഇപ്പോ 2 കാര്യങ്ങളുണ്ട്, പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും. പുതിയ കാര്യത്തിൽ മാർക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം പറയണം. ആ വ്യക്തി ആരാണെന്ന് ഉത്തരമാണ് മാർക്ക് പറയേണ്ടത്. മാർക്കിന്റെ മുന്നിൽ കാണുന്ന ആര് വേണമെങ്കിലും ആകാം ആ വ്യക്തി, പക്ഷെ അത് ആരാണെന്ന് മാർക്ക് പറയണം. മാർക്ക് ശരിക്കും ഒരു പ്രഷർ അനുഭവിച്ചു തുടങ്ങി. പെട്ടെന്ന് മാർക്ക് തന്റെ വാള് വലിച്ചെങ്ങൂരി യഥാർത്ഥ ലോകത്തിൽ മാർക്ക് കാണുന്ന ആ ആളുടെ മുന്നിലേക്ക് കുതിച്ചു. അയാളുടെ പുറയിൽ ഒരു ഫലകം വെച്ച് കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഫലകം ഒട്ടിയിരിക്കുകയാണ്. മാർക്ക് തന്റെ ആ ടൈഗർ വുഡ്സ് എന്ന വാൾ ഉപയോഗിച്ച് അതിശക്തമായ ഒരു അറ്റാവെട്ട്, അൺബിലീവബിൾ ആയിട്ടുള്ള പവറാണ് മാർക്ക് ആ സോഡിന് കൊടുത്തത്. ആ സോഡ് ഒരു വൻ പ്രകാശത്തോടുകൂടി ആ വ്യക്തിയുടെ ബോഡിക്ക് നേരെ പാഞ്ഞു പോകുമ്പോൾ മാർക്ക് അയാളോട് ചോദിക്കുകയും ചെയ്തു, ആരാ നീ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് മാർക്ക് ആഞ്ഞു വെട്ടിയത്. മാർക്ക് താൻ കാണുന്നതൊക്കെ സ്വപ്നമാണെന്നും അയഥാർത്ഥമാണെന്നും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വെട്ടിയിരിക്കുന്നത്. മാർക്ക് അങ്ങനെ വെട്ടുമ്പോൾ ആ വാള് ആ ആളിന്റെ ബോഡിയിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. പക്ഷെ ആ വാള് കടന്നു കഴിഞ്ഞതും മാർക്ക് ഞെട്ടലോടുകൂടി ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. അയാൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അയാൾ അക്ഷോഭ്യനായി മാർക്കിനെ തന്നെ നോക്കി. മാർക്ക്, നീ എന്നെ അറ്റാക്ക് ചെയ്യത്തക്ക രീതിയിൽ വളർന്നു എന്നാണോ കരുതുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈയൊന്ന് ഉയർത്തിയതും അതിശക്തമായ മിന്നല് എവിടെ നിന്നറിയില്ല മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. ശരിക്കും മാർക്ക് നിൽക്കുന്നത് അവിടെ ഒരു മുറിക്കുള്ളിലാണ്. ആ മുറിയിൽ ആകാശമില്ല, മേൽക്കൂരയാണുള്ളത്.
എന്നിട്ടും ആകാശത്ത് നിന്ന് മിന്നൽ പാഞ്ഞു വരും പോലെ മേൽക്കൂരയിൽ നിന്ന് മിന്നലുകൾ മാർക്കിനെതിരെ പാഞ്ഞു വന്നു. തനിക്കെതിരെ പാഞ്ഞു വരുന്ന മിന്നൽ കണ്ടതും മാർക്ക് ഫെല്ലർ കാല് തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടി. ശരിക്കും ആ ചവിട്ട് തറയിൽ പതിച്ചതും ആ തറ ഒന്ന് കുലുങ്ങി. ഭൂമി കുലുങ്ങുന്ന പോലെ അതിശക്തമായ ആ തറയെന്ന് കുലുങ്ങി. ആ തറ കുലുങ്ങിയതും അവിടെ ഒരു കുഴി രൂപപ്പെട്ടു. മാർക്ക് ആ കുഴിയിലേക്ക് തന്നെ അങ്ങ് താരുകയാണ്. ഈ സമയത്ത് മാർക്കിനെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ആ മിന്നലുകൾ പതിക്കുകയും ചെയ്തു. ആ മിന്നലുകൾക്കിടയിലൂടെ മാർക്ക് പിന്നെയും പൊങ്ങി വന്നു. ഈ പ്രാവശ്യം മാർക്ക് ആ വ്യക്തിയെ നോക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു ഭാവവും കാണാമില്ല. ഇപ്രാവശ്യം പൊങ്ങി വന്ന മാർക്ക് അയാളോട് ചോദിച്ചു, ഏയ് ആരാ നീ? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് മാർക്ക് വീണ്ടും തന്റെ വാള് അയാൾക്ക് നേരെ തൊടുക്കാൻ ശ്രമിച്ചതും അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക്, നീ നിന്റെ മരണം എന്നിൽ നിന്ന് ഇരുന്ന് വാങ്ങുകയാണ്. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ തന്റെ വലത് കയ്യിൽ കാണുന്ന ആ മോതിരത്തിലേക്ക് ഒന്ന് പിടിച്ചു. മോതിരത്തിലേക്ക് പിടിച്ച മാർക്കിന്റെ ബോഡിക്കുള്ളിലെ ആ നൈറ്റ് എനർജി പൂർണ്ണമായും ആ വാളിലേക്ക് സംക്രമിപ്പിച്ചു. അതിശക്തമായി ആ നൈറ്റ് എനർജി ആ വാളിലേക്ക് ഇടിച്ചു കയറിയതും ആ വാളിന്റെ ശക്തി വർദ്ധിച്ചു. ആ ശക്തിയോട് കൂടിയാണ് മാർക്ക് ഫെല്ലർ അയാളെ ആഞ്ഞു വെട്ടിയത്. ടൈഗർ വുഡ്സ് അയാളുടെ പുറത്ത് തലങ്ങും വിലങ്ങും വെട്ടുകയാണ്. പക്ഷേ ആ വെട്ടുകൾ അയാളുടെ പുറത്ത് വീണിട്ടും അയാൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പോറൽ പോലും ആ ബോഡിയിൽ ഉണ്ടായില്ല. മാർക്ക് ശരിക്കും പെട്ടു എന്ന് തോന്നിയ ആ നിമിഷത്തിൽ മാർക്കിന്റെ ആ വാളിലേക്ക് പെട്ടെന്നാണ് മാർക്കിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഊർജം ഇടിച്ചങ്ങ് കയറിയത്. ഇടിച്ചു കയറുന്നതിനിടയിൽ ആ ശബ്ദം മാർക്ക് കേട്ടു. ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണോ ഈ കളി? ആ ശബ്ദം മാർക്കിന് പരിചയമുണ്ട്. മാർക്കിന്റെ ഉള്ളിലുള്ള ആ ഡിവൈൻ സെൻസിന്റെ ശബ്ദമാണ് മാർക്ക് കേട്ടത്. പെട്ടെന്ന് മാർക്കിന്റെ ആ ടൈഗർ വുഡ്സിന്റെ ശക്തി 1000 മടങ്ങ് വർദ്ധിച്ച പോലെ ഒരു പ്രതീതി മാർക്കിനുണ്ടായി. അതിന്റെ ഫലമായി മാർക്ക് വീണ്ടും ആഞ്ഞു വെട്ടിയതും മുൻപിലുണ്ടായിരുന്ന ആ രൂപം തവിട് പൊടിയായി. കഷ്ണം കഷ്ണമായി ആ രൂപം അങ്ങ് ചിതറി. ആ രൂപം തവിട് പൊടിയാകുന്ന ആ നിമിഷത്തിൽ മാർക്ക് അമ്പരപ്പോടെ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. മാർക്കിന്റെ നെഞ്ചിൽ ഒരു എരിച്ചിലുണ്ടായി. നേരത്തെ ഓരോ തവണ സ്റ്റാർ ഉണ്ടാവുമ്പോഴും മാർക്കിന്റെ നെഞ്ചിൽ ഒരു എരിച്ചിലുണ്ടാവും. വീണ്ടും ഒരു എരിച്ചിലുണ്ടായപ്പോൾ മാർക്ക് സാവധാനം ബോഡിയിലേക്ക് നോക്കുമ്പോൾ അത് മാർക്ക് കണ്ടു. മാർക്കിന്റെ ബോഡിയിൽ 4ാമത്തെ സ്റ്റാർ രൂപപ്പെട്ടിരിക്കുകയാണ്. ആ സ്റ്റാർ രൂപപ്പെട്ടു എന്ന് തോന്നിയ നിമിഷത്തിൽ പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം മാറി. മാർക്ക് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മാർക്കിന്റെ ഡിവൈൻ സെൻസിലുള്ള മറ്റേ ഡിവൈൻ സെൻസിനോട് ചോദിച്ചു, സീനിയർ എന്താ ഇതൊക്കെ? ഏയ് മാർക്ക് ഫെല്ലർ, ഇപ്പോ നീ 4th സിൻ നേടിയിരിക്കുകയാണ്. സീനിയർ, അത് ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്കെന്താണ് കുഴപ്പം? മാർക്ക്, നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഒരു ശ്രദ്ധ നിനക്ക് വേണം. മാർക്ക്, ഈ സിന്നൊക്കെ ഉണ്ടാകുന്നത് ആ ടോം ഓഫ് ഹെവൻലി സിൻസുമായി ബന്ധിപ്പിച്ചാണ്. പാപത്തിന്റെ അടയാളമാണ് ആ നക്ഷത്രങ്ങൾ. നിന്നെ ഒരു പാപിയായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. പാപിയായി നിന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിന്നെ അവസാനിപ്പിക്കാൻ ചുമതല കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചുമതല കിട്ടിയ മിഷന്റെ ഭാഗമായ എന്തും നിന്നെ അവസാനിപ്പിക്കാൻ വരും. ഇവിടെ ഇപ്പോൾ നിന്നെ അവസാനിപ്പിക്കാൻ വന്നതും അത്തരത്തിൽ ഒരു സംഭവമാണ്. ശരിക്കും അത് ഒരു യഥാർത്ഥ രൂപമല്ല, അതൊരു ക്ലോണാണ്. മാർക്ക്, നിന്നോട് ആ ക്ലോൺ കളിച്ചത് സ്വപ്നങ്ങൾ വെച്ചാണ്. സീനിയർ, അതെനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഇയാൾ എങ്ങനെ ഈ ആളുകളെ തന്നെ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. മാർക്ക്, അതിന്റെ കാരണം സിമ്പിളാണ്. നീ സ്വപ്നത്തിൽ കണ്ട എല്ലാ ആളുകളും ഇപ്പോ ഇവിടെ ഈ സെയിൻലി കിങ്ഡത്തിനകത്ത് ഉണ്ടാകും. ഈ സെയിൻലി കിങ്ഡത്തിനകത്തുള്ള ആളുകൾ മാത്രമാണ് നിന്റെ സ്വപ്നത്തിലേക്ക് അവർ കൊണ്ടുവന്നത്. മാർക്ക്, ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. നീ ഉത്തരം പറഞ്ഞ് തെറ്റിയിരുന്നുവെങ്കിൽ ആ നിമിഷത്തിൽ നിന്റെ സ്വപ്നത്തിൽ നീ കണ്ട മുഴുവൻ ആളുകളും കൊല്ലപ്പെടുമായിരുന്നു. ശരിക്കും മാർക്കിനെ വല്ലാത്ത ഞെട്ടിച്ച ഒരു ഉത്തരമാണ് ഇപ്പോ ആ സീനിയർ എന്ന് വിളിക്കപ്പെടുന്ന ആള് മാർക്കിനോട് പറഞ്ഞത്. മാർക്കിന്റെ സ്വപ്നത്തിൽ എമിലി ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. മാർക്കിന്റെ ഉത്തരം തെറ്റിപ്പോയിരുന്നുവെങ്കിൽ അവരിൽ ഒരാൾ പോലും അവശേഷിക്കുമായിരുന്നില്ല. ഇപ്പോ മാർക്കിന് ഒരു കാര്യം കൂടി മനസ്സിലായി. മാർക്ക് ആ സ്വപ്നത്തിൽ കണ്ട മുഴുവൻ ആളുകളും അവിടെ ആ സെയിൻലി കിങ്ഡത്തിൽ ഉണ്ട്. അത് മാർക്കിനൊരു ആശ്വാസം ഉണ്ടാക്കിയ കാര്യവുമാണ്. മാർക്ക് പെട്ടെന്ന് ആ ഡിവൈൻ സെൻസിനോട് ചോദിച്ചു, സർ, അങ്ങ് ആരാണ്? മാർക്ക്, ആ ചോദ്യത്തിന്റെ ഉത്തരം സത്യത്തിൽ എനിക്കും അറിയില്ല. മാർക്ക് ആ സെയിൻലി കിങ്ഡത്തിൽ കഷ്ണങ്ങളായി ചിതറി അങ്ങ് വിദൂരത്തിലേക്ക് പ്രകാശ അകമ്പടിയോടുകൂടി പോകുമ്പോൾ മാർക്ക് അനവധി ലോകങ്ങൾ കടന്നാ പോയത്. സെയിൻലി വേൾഡിന് പുറത്ത് മാർക്ക് കടന്നുപോയത് നക്ഷത്രങ്ങളുടെ ഒരു ലോകമാണ്. അതിനുശേഷം മാർക്ക് കടന്നത് ഗോഡുകളുടെയും ഡെവിളുകളുടെയും ഒരു ലോകത്താണ്.
അവിടെയാണ് മാർക്ക് ധാരാളം യുദ്ധം കണ്ടത്. ദൈവങ്ങളും ചെകുത്താന്മാരും തമ്മിലുള്ള ആ യുദ്ധം മാർക്ക് കണ്ടിരുന്നു. അത് കടന്നാണ് മാർക്ക് ആ ഗാർഡിയൻസിന്റെ ലോകത്തിലേക്ക് വന്നത്. അവിടെ വെച്ചാണ് മാർക്ക് ഫെല്ലർ മാർക്കിന്റെ പിതാവിനെ കാണുന്നത്. മാർക്ക് തിരിച്ചു വരുമ്പോൾ ആ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് മാർക്കിന്റെ ഉള്ളിൽ കയറി പറ്റിയിരിക്കുന്ന ആ ഡിവൈൻ സെൻസ് മാർക്കിന്റെ ഉള്ളിൽ എത്തിയത്. ഗോഡോ ഡെവിളോ ഇത് രണ്ടിൽ ഏതോ ഒന്നാണ് മാർക്കിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അതൊരു ഗോഡാണോ ഡെവിളാണോ എന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയത്തില്ല. ശരിക്കും ആ കയറിയിരിക്കുന്ന ആർക്കും അറിയില്ല അയാൾ ആരാണെന്ന്. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. എപ്പോഴോ ഞാൻ നിനക്കൊപ്പം യാത്ര തുടങ്ങി എന്നത് മാത്രമാണ് എനിക്ക് അറിയാവുന്ന കാര്യം. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ആ വ്യക്തി അത്രയും കാര്യങ്ങൾ മാർക്കിനോട് പറഞ്ഞത്. മാർക്ക്, നമുക്ക് തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ നീ ഇപ്പോൾ നിന്റെ ലെവല് വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. ലെവല് വർദ്ധിപ്പിച്ചെന്നോ? മാർക്ക്, നീ പോലും അറിയാതെ നിന്റെ ലെവൽ 5th ലെവലിൽ നിന്ന് 7th ലെവലായിരിക്കുകയാണ്. ഡാവോ കോൺഷ്യസ് ലെവലിൽ ഏതെങ്കിലും എത്താത്ത ഒരാൾക്ക് ഒരിക്കലും എന്നെ കാണാനോ സംസാരിക്കാനോ പറ്റില്ല. ഞാൻ നിന്നോട് സംസാരിച്ചിരുന്ന സമയത്തൊക്കെ ഞാനൊരു പ്രത്യേക രീതിയിലാണ് നിന്നോട് ഇടപെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിനക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാവുന്ന ഒരു അകലത്തിലേക്ക് നമ്മൾ തമ്മിലുള്ള അടുപ്പം എത്തിയിരിക്കുകയാണ്. മാർക്ക് ഇനി വളർന്നെത്തേണ്ടത് സെയിന്റ് ലെവലിലെ സെയിന്റ് ആയിട്ടാണ്. അത് കഴിഞ്ഞാലാണ് ഈ ഗോഡ് ലെവൽ. അവിടെ ഗോഡാണോ ഡെവിളാണോ ശക്തരെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. മാർക്കിന്റെ ഉള്ളിലുള്ള വ്യക്തി ആ ലെവലിൽ നിന്നുള്ള ആളാണ്. അതിന് മുകളിലാണ് എമോർട്ടൽ ചക്രവർത്തിമാർ, അതിന് മുകളിൽ സാക്ഷൽ ഗാർഡിയൻ, അതിന് മുകളിൽ ഹെവൻ, സ്വർഗം. അവസാനത്തെ ലെവൽ അവിടെയാണ്. മാർക്കിന്റെ സെയിന്റ്ലി കിങ്ഡത്തിന് താഴെയാണ് ഈ ലോവർ ലെവലുകളെല്ലാം വിടുക. ലോവർ ലെവലുകളുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഹോളി റീജൻ. ഹോളി റീജൻ മാത്രമല്ല, ആ ഗോസ്റ്റ് റീജനും മോൺസ്റ്റർ റേസും സകല ഏലിയൻ റേസും ഒക്കെ യഥാർത്ഥത്തിൽ ലോവർ ലെവലിലെ ജീവജാലങ്ങളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഭൂമിയും ഭൂമിയിലെ ആളുകളും ഒക്കെ. മാർക്ക് ഇപ്പോൾ അതിനൊക്കെ മുകളിൽ സെയിന്റ്ലി കിങ്ഡത്തിൽ എത്തിയിരിക്കുകയാണ്. ആ സെയിന്റ്ലി കിങ്ഡത്തിന്റെ അവസാനം എന്ന് പറയുന്നത് സെയിന്റ് ആണ്. അതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോൾ ആ ഡിവൈൻ സെൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് ഉറക്കം വരുന്നു, ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമുക്ക് പിന്നീടാകാം. മാർക്കിനൊപ്പം ഇതേപോലെ ഡിവൈൻ സെൻസായി കൂടിയ വ്യക്തിയാണ് ബുദ്ധൂസ്. മാർക്കിന്റെ നിലവറയ്ക്കുള്ളിലായിരുന്നു അന്ന് ആ ബുദ്ധൂസ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷമാണ് ആ ബുദ്ധൂസിന് മാർക്ക് ഒരു ബോഡിയൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തത്. ആ ബുദ്ധൂസിനെ ഇപ്പോൾ കാണാനേ ഇല്ല. അതോടൊപ്പം മാർക്കിന്റെ നിലവറയിൽ ആ ഹെവൻലി റെയിൻബോ ഉണ്ടായിരുന്നു, അവനും നഷ്ടമായിരിക്കുകയാണ്. മാർക്കിന്റെ നിലവറ നഷ്ടപ്പെട്ടപ്പോൾ മാർക്കിന് അത് നഷ്ടമായി. അതുപോലെ തന്നെയാണ് സുമേരു റിങ്ങിനകത്തുണ്ടായിരുന്ന ആ ഫാറ്റിയും അങ്കിളും, അങ്ങനെ പല ആളുകളും, അവരെ ആരും ഇപ്പോൾ മാർക്കിനൊപ്പമില്ല. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങനെ കട്ടിലേക്ക് കിടന്നു. സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു അത്ഭുതം മാർക്കിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. നേരെ പുലർന്നപ്പോൾ മാർക്ക് ഫെല്ലർ വാതിൽ തുറന്നതും അമ്പരപ്പോടെ മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ വെയിറ്റർ. എന്തു പറ്റി ബ്രദർ, നിങ്ങൾ ഇപ്പോഴും ജീവനോടുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ബ്രദർ, ഈ പുറത്ത് സ്റ്റാറുള്ള എല്ലാ ആളുകളും ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടായിരുന്നു. തലേദിവസം രാത്രിയിൽ ശരിക്കും ഒരു കൂട്ടക്കുരുതിയാണ് നടന്നിരിക്കുന്നത്. ആ കോട്ടയ്ക്കകത്ത് കയറി ദേഹത്ത് സ്റ്റാർ വന്ന മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടാത്ത ഏക വ്യക്തി ഇപ്പോൾ മാർക്കാണെന്നാണ് ആ വെയിറ്ററുടെ അഭിപ്രായം. അത് കേട്ടതും മാർക്ക് അവനെ യാത്രയാക്കിയിട്ട് വീണ്ടും മുറിക്കുള്ളിലേക്ക് കടന്നു. മാർക്ക് ശരിക്കൊരു അപകടം പ്രതീക്ഷിക്കുകയാണ്. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി തൻ്റെ ശക്തി വീണ്ടും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയ മാർക്ക് തറയിൽ ശബ്രപണി ചെയ്തതിന് ശേഷം തൻ്റെ കയ്യിലെ ആ മോതിരത്തിലേക്ക് ഒന്ന് സ്പർശിച്ചു. മോതിരത്തിലേക്ക് സ്പർശിച്ച മാർക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിയതും മാർക്ക് അവിടെ നിന്ന് ആ മൈനിലുള്ള ഭാഗത്തേക്ക് അതിവേഗം പറന്നു പോവുകയാണ്. മാർക്ക് എത്തിച്ചേർന്നത് വീണ്ടും ആ മൈനകത്താണ്. മൈനകത്ത് അനവധി സംഭവങ്ങളുണ്ട്. അതിലൊന്ന് ഡ്രീംസ് ആണ്, സ്വപ്നങ്ങൾ. പലതരത്തിലുള്ള സ്വപ്നങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ആ സ്വപ്നങ്ങളിൽ ചിലപ്പോൾ ആപത്തുകളും ഉണ്ടാവും. നമ്മളെ ആ സ്വപ്നത്തിൽ ആക്രമിക്കാൻ വരുന്ന ആളുകളെ നമ്മൾ ആക്രമിച്ച് തോൽപ്പിച്ചില്ലെങ്കിൽ സ്വപ്നം നമ്മൾ വിഴുങ്ങുന്ന ഒരു പരിപാടിയാണ് ആ മൈൻഡിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാറ്റിൽ ഓഫ് ഡ്രീംസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെ ആ ഡ്രീംസിൽ കാണുന്ന വില്ലന്മാരുമായി ഏറ്റുമുട്ടുമ്പോൾ മാർക്കിന്റെ ശക്തി വർദ്ധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് മനസ്സിലാക്കിയെടുത്തത് അക്കാര്യമാണ്. അത് മാർക്കിനോട് വ്യക്തമാക്കിയത് ആ മിസ് മെങ് ആണ്. മാർക്ക് ആ മൈൻഡിനകത്ത് നടത്തിയ എല്ലാ ഏറ്റുമുട്ടലുകളും ശരിക്കും അയഥാർത്ഥ്യമാണ്. എന്നാൽ ആ അയഥാർത്ഥ്യമായ യുദ്ധം മാർക്ക് നയിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു കാര്യം സംഭവിക്കുന്നത് മാർക്കിന്റെ കപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവാണ്.
അതേക്കുറിച്ച് ബോധ്യം വന്ന മാർക്കിനോട് മെങ്ങ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ആ യുദ്ധങ്ങളിൽ മാർക്ക് പരാജയപ്പെട്ടാൽ മാർക്ക് ശരിക്കും ആ സ്വപ്നത്തിന്റെ ഭാഗമായി മാറും. സ്വപ്നത്തിൽ മാർക്ക് മരിച്ചാൽ മാർക്ക് യഥാർത്ഥത്തിൽ മരിക്കുമെന്നാണ് മെങ്ങ മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടതിന് ശേഷം ആ പ്രാക്ടീസ് ചെയ്യാൻ മാർക്കിനൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ രാവിലെ വെയിറ്റർ മാർക്കിനോട് പറഞ്ഞത് സ്റ്റാറുള്ള മുഴുവൻ ആളുകളെയും കൊല്ലപ്പെട്ടു എന്നാണ്. മാർക്ക് തലേദിവസം രാത്രി ആ മാർക്കിന്റെ ഡിവൈൻ സെൻസിലുള്ള ആ സീനിയർ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. എപ്പോഴും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് കൂടുതൽ ശക്തി നടനായി മാർക്ക് അവിടെ എത്തിയത്. എന്തായാലും മാർക്ക് അടുത്ത 2-3 വർഷക്കാലം ആ മൈനിനകത്ത് തന്നെയായിരുന്നു. ഒരുപാട് തരത്തിലുള്ള സ്വപ്ന ജീവികളുമായി മാർക്ക് അവിടെ ഏറ്റുമുട്ടി മാർക്കിന്റെ കപ്പാസിറ്റി മാർക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിലെ ആ നൈറ്റ് എനർജിയാണ് ശരിക്കും വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ നൈറ്റ് എനർജിയൊക്കെ വർദ്ധിപ്പിച്ച് ഏകദേശം 3 കൊല്ലക്കാലം മാർക്ക് അവിടെ കഴിഞ്ഞപ്പോൾ മാർക്ക് ശരിക്കും ഫുൾ ബലം നേടിയെന്ന് പറയാം. മാർക്ക് ഇപ്പോൾ 9ാമത്തെ ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. ഡാവോ കോൺഷ്യസ് ലെവൽ 9 ശരിക്കും ശക്തമായ ഒരു ലെവലാണ്. അങ്ങനെ തോന്നിയതും മാർക്ക് വീണ്ടും തന്റെ മുറിയിലേക്ക് മടങ്ങുമ്പോഴാണ് മാർക്ക് ആ കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ ആ മൈനകത്ത് 3 വർഷം ചെലവഴിച്ച മാർക്ക് യഥാർത്ഥത്തിൽ 1 മണിക്കൂർ പോലും ചെലവഴിച്ചിട്ടില്ല എന്ന സത്യം. ഈ ലോകത്ത് 1 മണിക്കൂറും ആ മൈൻഡ് ലോകത്ത് 3 കൊല്ലവും. മാർക്ക് കൗതുകപൂർവ്വം ആ കാര്യം ആലോചിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ എത്തിയത് ആ വാങ്ങിന്റെ അടുത്തേക്കാണ്. മാർക്ക് ആ കോട്ടയുടെ അടുത്തെത്തുമ്പോൾ വാങ് വേറെ ആളുകളെ ചാക്കിട്ട് പിടിക്കാനേ നിൽക്കുകയാണ്. മാർക്കിനെ കണ്ട വാങ് ശരിക്കും വാ പൊളിച്ച് മാർക്കിനെ തന്നെ നോക്കുകയാണ്. അയാൾ പെട്ടെന്ന് മാർക്കിന്റെ അടുത്ത് ഓടി വന്നു. മാർക്ക്, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഏയ് വാങ്, എനിക്ക് ഇപ്പൊ തന്നെ ആ ഓൾഡ് മാസ്റ്ററെ കാണണം. മാർക്ക്, അദ്ദേഹം ഇവിടെ ഇല്ല. ഏയ് വാങ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. എനിക്ക് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണണം. നീ ഒരു കാര്യം ചെയ്യും, എന്നെയും കൂടെ അദ്ദേഹമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയിട്ട് അദ്ദേഹത്തോട് നീ ഒരു കാര്യം മാത്രം പറയുക. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അവനോട് ആ കാര്യം പറഞ്ഞു. അത് കേട്ടതും വാങ് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ മാർക്കുമായി അതിവേഗം നടന്നു തുടങ്ങി. അനവധി വളവും തിരിവൊക്കെയുള്ള റോഡുകളിലൂടെ നടന്ന് അവൻ ഒരു വീടിന്റെ മുന്നിലെത്തി. അവിടെ എത്തിയതും അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇവിടെ നിൽക്കുക, ഞാൻ അകത്ത് കയറി ഒന്ന് നോക്കട്ടെ. അകത്ത് കയറിയ വാങ് നേരെ ചെന്ന് ആ ഓൾഡ് മാസ്റ്ററോട് ആ കാര്യം പറഞ്ഞു. മാർക്ക് പറഞ്ഞ ആ വാചകം, മാസ്റ്റർ, ആ മാർക്ക് ഫെല്ലർ പറഞ്ഞു അവൻ്റെ ബോഡിയിൽ 4ാമത്തെ സ്റ്റാറും ഉണ്ടായെന്ന്. വാങ് പറഞ്ഞ ഡയലോഗ് ശരിക്കും ആ ഓൾഡ് മാസ്റ്റർ മാത്രമല്ല, അയാൾക്ക് ചുറ്റുമിരിക്കുന്ന മുഴുവൻ ആളുകളെയും ശരിക്കും ഞെട്ടിക്കുക തന്നെ ചെയ്തു. സകലരും അമ്പരപ്പോടെ വാങ്ങിനെ നോക്കി തല ഉയർത്തുമ്പോൾ ഓൾഡ് മാസ്റ്റർ വാങ്ങിനോട് പറഞ്ഞു, അവനെ ഇവിടെ എത്തിക്കുക. വാങ് അതിവേഗം പുറത്തിറങ്ങി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ അകത്തേക്ക് വിളിപ്പിക്കുന്നു. മാർക്ക്, നീ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ ലോർഡ് ആലിസ്റ്റർ ഉണ്ട്. ഒരു കാരണവശാലും നീ അവരെ മാത്രം പ്രകോപിപ്പിക്കരുത്. മാർക്കിനോട് അത് പറയുമ്പോൾ വാങ് ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെന്ന് അവൻ്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ മാർക്കിന് ഒരു കൗതുകം. മാർക്ക് വാങ്ങിനോട് പറഞ്ഞു, ഓക്കെ വാങ്, ഞാനത് ശ്രദ്ധിച്ചോളാം. മാർക്ക് വാങ് ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ മുന്നോട്ട് നടന്നെത്തപ്പോൾ ഒരു ഡോറുണ്ട്. ആ ഡോറ് കടന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ മാർക്ക് അവിടെ ഒരു സിംഹാസനമുള്ള കസേരയിൽ ആ ഓൾഡ് മാസ്റ്റർ ഇരിക്കുന്ന കണ്ടു. തലേദിവസം ആ കടയിൽ തല മേശപ്പുറത്ത് വെച്ച് കിടന്ന ആ കഥാപാത്രത്തെയാണ് മാർക്ക് ഇപ്പോൾ ഊർജ്ജസ്വലമായ ഒരു അന്തരീക്ഷത്തിൽ കാണുന്നത്. ആ സിംഹാസനം പോലുള്ള കസേരയ്ക്ക് ചുറ്റുമായി വേറെയും കസേരകൾ കിടപ്പുണ്ട്. അതിലൊന്നിൽ ആ ഓൾഡ് മാസ്റ്ററുടെ വലതു ഭാഗത്തായി സുന്ദരിയായ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ആ സ്ത്രീയുടെ തൊട്ടു പുറകിലായി ഒരാളും നിൽക്കുകയാണ്. ആ 2 പേരെയും കണ്ട മാർക്കിന് വല്ലാത്തൊരു കൗതുകം. ആ സ്ത്രീയും സ്ത്രീയുടെ പുറകെ നിൽക്കുന്ന ആളും അതിശക്തരാണ്. ആ സ്ത്രീ ആയിരിക്കും വാങ് ആലിസ്റ്റർ എന്ന് സംബോധന ചെയ്തത്. അങ്ങനെ ഒരു തോന്നലോട് കൂടിയാണ് മാർക്ക് അകത്തേക്ക് കടന്നത്. അകത്തേക്ക് കിടക്കുന്ന മാർക്കിന് വേറെയും ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. മാർക്ക് അകത്തേക്ക് കടന്ന നിമിഷത്തിൽ മാർക്കിനെ കണ്ട ഒരു വ്യക്തി മാർക്ക് നേരെ തിരിഞ്ഞു. മാർക്ക്, നീ അടുത്ത പറ്റിപ്പുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണല്ലേ? 4th സ്റ്റാർ പോലും. അസംഭവ്യമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരാൻ മാർക്ക് ഫെല്ലർ, നിനക്ക് എങ്ങനെയാ ധൈര്യം ഉണ്ടായത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൻ പെട്ടെന്നാണ് വാളെന്ന് ഉയർത്തിയത്. ആ വാള് ഉയർന്നു മാത്രമല്ല, മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങ് കയറുകയും ചെയ്തു. ശരിക്കും അവൻ വളരെ കാഷ്വലായിട്ട് മാർക്കിന് നേരെ അതിവേഗം വീശുകയായിരുന്നു.
മാർക്കിന്റെ ബോഡി ആ വാള് കയറി ഇറങ്ങിയതും രണ്ടായി മുറിഞ്ഞു. ആ വാള് മാർക്കിന്റെ ബോഡിയിൽ നിന്ന് പുറത്തു വന്നതും മാർക്കിന്റെ ബോഡി പഴയ സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു. മാർക്കിന്റെ ഉള്ളിലെ ആ നൈറ്റ് എനർജി ആ സെക്കൻഡിൽ തന്നെ മാർക്കിന്റെ ബോഡി ശരിയാക്കി എന്ന് പറയാം. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ വലത് കൈ ഒന്ന് മുന്നോട്ട് കുതിച്ച് ഒരൊറ്റ ഇടിയിടിക്കുകയും ചെയ്തു. ഇടിയേറ്റ് മാർക്കിന് നേരെ വാൾ ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരൻ ദൂരേക്ക് തെറിച്ചു. ആ തെറിച്ചു പോയെങ്കിലും തറയിൽ കാലുകുതി തന്നെ നിന്നു. അവൻ ചിരിച്ചുകൊണ്ട് വാള് മാർക്കിന് നേരെ ചൂണ്ടി. മാർക്ക്, നിന്റെ ഈ ബോഡി ശരിയാക്കുന്ന ആ ടെക്നിക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതൊന്നും കാര്യമില്ല. അങ്ങനെ പറഞ്ഞതും ആ ഓൾഡ് മാസ്റ്റർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ലിയോ, ഇനി നീ മിണ്ടരുത്. ഇവിടെ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഇനി നീ ഇടപെടരുത്. അങ്ങനെ ആ ഓൾഡ് മാസ്റ്റർ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഓൾഡ് മാസ്റ്റർ നേരെ തിരിഞ്ഞു. മാസ്റ്റർ, എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? മാർക്ക്, നിന്റെ ബോഡിയിൽ 4ാമത്തെ സ്റ്റാർ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. മാർക്ക്, അത് ഞങ്ങളൊന്ന് കാണിക്കും. അങ്ങനെ ആ ഓൾഡ് മാസ്റ്റർ ചോദിച്ചതും മാർക്ക് പറഞ്ഞു, അതൊക്കെ ഞാൻ കാണിക്കാം. അതിനു മുമ്പ് എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. മാർക്ക്, നിന്റെ സംശയം ദൂരീകരിക്കാൻ നിനക്ക് അവകാശമുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കാങ് എന്നാണ്. എൻ്റെ ഈ വലതു ഭാഗത്തിരിക്കുന്നത് ലോർഡ് ആലിസ്റ്റർ എന്നാണ്. ലോർഡ് ആലിസ്റ്ററിൻ്റെ ബോഡി ഗാർഡാണ് ആ പുറകെ നിൽക്കുന്നത്. പിന്നെ ഇത് നീ അറിയും, ഗാർഡിയൻ ഓഫ് ഓർഡറിൻ്റെ 4 ലീഡേഴ്സിൽ ഒരാളാണ് ഈ വ്യക്തി. ഇത് ജി യാങ് ആണ്. മാർക്ക് ഫെല്ലർ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. ഈ ഹാളിലേക്ക് കടക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും മാർക്കിനെ കൗതുകത്തോടെ നോക്കിയപ്പോൾ മാർക്കിനെ ലേശം ദേഷ്യത്തോടെ നോക്കിയ വ്യക്തി ഈ ജി യാങ് ആണ്. മാർക്ക് ആ മൈനിന് മുന്നിൽ വെച്ച് 8 പേരാൽ അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോൾ അന്ന് അവിടെ ആ ഗാർഡിയൻ ഓഫ് ഓർഡേഴ്സിന്റെ ഭാഗമായിട്ട്, ആ ഗിൽഡിന്റെ ഭാഗമായിട്ട് അവിടെ ജി യാങ് ഉണ്ടായിരുന്നു. ജി യാങ്ങിനെ ചൂണ്ടി ക്യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ഗാർഡ് ഓഫ് ഓഡിയൻസിന്റെ 4 ലീഡേഴ്സിൽ ഒരാൾ ജി യാങ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ജി യാങ് 9 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം സ്വന്തമാക്കിയ വ്യക്തിയാണ്. ആ 9 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡത്തെയും ഒന്നിച്ചു ചേർത്ത് ഒരൊറ്റ ഹാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്, ഒരു ഫ്യൂഷൻ വഴി. മാർക്കിനെ ഞെട്ടിപ്പിച്ച ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ ആ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞത്. കാങ് എൻ സി എന്ന ആ മാസ്റ്റർ പറഞ്ഞ ആ വാചകം മാർക്കിനുണ്ടാക്കിയ അമ്പരപ്പിന് അതിരുകളില്ലെന്ന് പറയാം. മാർക്കിന്റെ കയ്യിൽ ഇപ്പോൾ 3 ഹാർട്ട് ഓഫ് സെയിന്റ് കിങ്ഡം ഉണ്ട്. അതിന്റെ 3 മടങ്ങ് 9 എണ്ണമുള്ള കക്ഷിയാണ് ജിയാങ്. ജിയാങ് ആ 9നെ ചേർത്ത് ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ എണ്ണമാക്കി മാറ്റിയിരിക്കുകയാണ്. ജിയാങ്ങിനെ പരിചയപ്പെടുത്തിയ ആ നിമിഷത്തിൽ ജിയാങ് മാർക്കിനെ ഒന്ന് തറപ്പിച്ച് നോക്കു മാത്രം ചെയ്തു. ഓൾഡ് മാസ്റ്റർ പിന്നീട് പരിചയപ്പെടുത്തത് ലീ യുവിനെയാണ്. മാർക്ക്, ഇത് ലിയു. ലിയു ഗോഡ് സ്ലെയർ ടീമിന്റെ ഭാഗമാണ്. ഗോഡ് സ്ലെയർ എന്ന് കേട്ടതും മാർക്ക് അമ്പരപ്പോടെ ലിയുവിനെ നോക്കി. അവിടെ ആ ഡീമൺ സീലിംഗ് വാലിയിൽ വെച്ചാണ് മാർക്ക് ഗോഡ് സ്ലെയർ ടീമിലെ ഒരാളെ ആദ്യമായി കാണുന്നത്. അവിടെ ആ ആയുധങ്ങൾ വിൽക്കുന്ന ആ സ്ഥാപനത്തിൽ മാർക്ക് 5ാമത്തെ നിലയിൽ നിൽക്കുമ്പോഴാണ് മാർക്ക് സിമ്രാനെ കണ്ടത്. സിമ്രാൻ അന്ന് ഹൂറ്റിയാൻ പോയി കഴിഞ്ഞപ്പോഴാണ് മാർക്കിനോട് സംസാരിക്കുന്നത്. സിമ്രാൻ അന്ന് മാർക്കിനോട് പറഞ്ഞിരുന്നു സിമ്രാൻ ഗോഡ് സ്ലെയർ ടീമിന്റെ ഭാഗമാണെന്ന്. ഗോഡ് സ്ലെയർ ടീമിന്റെ ഭാഗമായ സിമ്രാൻ മാർക്കിനെ ഒന്ന് വാൺ ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു കാരണവശാലും ഗോഡ് സ്ലെയറുമായി മാർക്ക് ഇടയാൻ ഒരു അവസരം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടായാൽ മാർക്കിനെ അവസാനിപ്പിക്കാൻ ഗോഡ് സ്ലെയർ ടീം തീരുമാനിക്കുന്നുകൂടി സിമ്രാൻ പറഞ്ഞിരുന്നു. ആ ഗോഡ് സ്ലെയർ ടീമിലെ ഒരാളാണ് ഈ ലീ യു. തുടർന്ന് ബാക്കിയുള്ള ആളുകളെയും കൂടി ഓൾഡ് മാസ്റ്റർ മാർക്കിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞതും കാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി നിന്റെ സ്റ്റാർ ഒന്ന് കാണിച്ച്. മാർക്ക് ഉടൻ തന്നെ മാർക്കിന്റെ ആ ഷർട്ട് അഴിച്ച് ആളുകളെ ആ സ്റ്റാർ കാണിച്ചു. മാർക്ക് ആ സ്റ്റാർ കാണിച്ച നിമിഷത്തിൽ കാങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു രശ്മി മാർക്കിന്റെ ആ സ്റ്റാറിൽ നിന്ന് പതിക്കുകയും ചെയ്തു. ആ സ്റ്റാർ യഥാർത്ഥത്തിൽ അയാളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയതാണ്. ശരിക്കും ആ കൈ അയാൾ പിൻവലിക്കുമ്പോൾ അയാളുടെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. മാർക്ക്, 3 സ്റ്റാറുകളുള്ള ആളുകളെ ഒരുപാട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ശരിക്കും ഈ സെയിന്റ് കിങ്ഡത്തിലെ അതിശക്തരായ 3 യോദ്ധാക്കളിൽ ഒരാൾ ഒരു കർഷകനാണ്. അയാൾ ഞങ്ങൾ വിളിക്കുക ദ ഫാർമർ എന്നാണ്. ആ ആൾക്ക് പോലും 3 സ്റ്റാറേ ഉള്ളൂ. മാർക്ക്, നീ മാത്രമാണ് എൻ്റെ അറിവിൽ 4 സ്റ്റാറുള്ള ആൾ. എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല നീ എങ്ങനെ ആ 3rd ലെവൽ അറ്റാക്കിനെ മറികടന്നു. 3rd ലെവൽ
3 സ്റ്റാറുള്ള ആളിനെ നേരിടാനെത്തുക, ആ വെളുത്ത വസ്ത്രം ധരിച്ച് ആ കല്ലറയുടെ ഫലകവുമായി നടക്കുന്ന ആളാണ്. ആ ആളുടെ കയ്യിൽ നിന്ന് ഒരാളും സാധാരണഗതിയിൽ രക്ഷപ്പെടില്ല. മാർക്ക് ഫെല്ലർ പക്ഷേ ആ ആളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് മാർക്കിന് 4ാമത്തെ സ്റ്റാർ കിട്ടിയത്. 4ാമത്തെ സ്റ്റാർ അങ്ങനെ കിട്ടൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളുടെ മുഖത്തും ഒരു കൗതുകമുണ്ട്. ആലിസ്റ്ററിന്റെ മുഖത്ത് പോലും ഒരു കൗതുകം. ആലിസ്റ്റർ ശരിക്കും ശക്തിയാണ്. മാർക്ക് ആ സ്റ്റാർ കാണിച്ചു കഴിഞ്ഞതും കാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ ഒരു ഗിൽഡാണ്, ഒരു ടീമാണ്. നമ്മുടെ ലക്ഷ്യം ആ ടോംബ് ഓഫ് ഹെവൻലി സിൻസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. മാർക്ക്, നീ ആകാശത്തേക്ക് നോക്കി. അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആകാശത്തേക്ക് നോക്കി. അവിടെ ചുവപ്പ് നിറത്തിൽ 3 നക്ഷത്രങ്ങൾ ആ സെയിന്റ് കിങ്ഡത്തിന്റെ പല ഭാഗത്തായി മാർക്ക് കണ്ടു. ശരിക്കും ആ നക്ഷത്രം ഇപ്പോൾ ആ ലിങ്ക് സിറ്റിയുടെ 3 വശത്താണെന്ന് പറയാം. മാർക്ക് കൗതുകത്തോടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ മാർക്കിനോടായി കാങ് പറഞ്ഞു, മാർക്ക്, സാധാരണഗതിയിൽ ആ ചുവപ്പ് നിറത്തുള്ള നക്ഷത്രം ഒരെണ്ണമാണ് നമ്മളൊക്കെ കാണുക. പക്ഷെ ഇപ്പോൾ 3 നക്ഷത്രമുണ്ട്. അതിൻ്റെ അർത്ഥം സിമ്പിളാണ്. ആ നക്ഷത്രങ്ങൾ ഏറ്റവും അടുത്ത് വരുമ്പോൾ ടോംബ് ഓഫ് ഹെവൻലി സിൻസിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. മാർക്ക്, നീ കണ്ട ഈ നക്ഷത്രങ്ങൾ കഴിഞ്ഞ രാത്രികളിൽ ഒരുപാട് ദൂരത്തേക്കായിരുന്നു. ഇപ്പോൾ നിനക്ക് നിന്റെ കണ്ണുകളിലൂടെ തന്നെ ആ 3 നക്ഷത്രത്തെയും ഒരുമിച്ച് കാണാം. നീ നോക്കി നിൽക്കുമ്പോൾ ആ നക്ഷത്രങ്ങൾ പതുക്കെ പതുക്കെ അടുത്ത് വരും. ഞങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. 3 ദിവസമാകുമ്പോൾ ആ നക്ഷത്രങ്ങൾ കൃത്യമായും ആ കോട്ടയുടെ മുകളിലായിരിക്കും. അതാണ് മാർക്ക്, നമ്മുടെ സമയം. ആ 3 നക്ഷത്രവും കോട്ടയുടെ മുകളിൽ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആ ടോംബ് ആക്രമിക്കാൻ കഴിഞ്ഞാൽ ടോംബിന് നമ്മളെ തോൽപ്പിക്കാനാവില്ല. വളരെ വ്യക്തമായ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ടാണ് ആ ടോംബ് ഓഫ് ഹെവൻലി സിൻസിനെ അറ്റാക്ക് ചെയ്യാനായി കാങ് കൂട്ടരും പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ കൂടി ഞങ്ങൾ ഈ ടീമിൻ്റെ ഭാഗമാക്കുകയാണ്. അതിനുവേണ്ടി നീ ഇവിടെ ഒരു പ്രതിജ്ഞ ചെയ്യുകയും വേണം. ആ പ്രതിജ്ഞ നീ ചെയ്യുമ്പോൾ നിന്നോടൊപ്പം ബാക്കിയുള്ള ആളുകളും പ്രതിജ്ഞ പങ്കെടുക്കും. ലോർഡ് ആലിസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും പ്രതിജ്ഞ ചെയ്യും. ലോർഡ് ആലിസ്റ്റർക്ക് കാങ് എപ്പോഴും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അവരെ എന്താണെന്നോ അവരുടെ അസ്തിത്വം എന്താണെന്നോ മാർക്കിന് ഒരു പിടിയില്ലെങ്കിലും അവരൊരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ കാങ്ങിൻ്റെ സംഭാഷണം കേട്ടപ്പോൾ മാർക്കിന് സംശയമൊന്നുമില്ല. സകല ആളുകളും ഒന്നിച്ചു കൂടി പ്രതിജ്ഞ എടുത്തതും കാങ് അവരോടായി പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ച് ആ ശവക്കല്ലറ എക്സ്പ്ലോർ ചെയ്യാം. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റിൽ ചെയ്യുക. താങ്ക് യു.